തൗഹീദിലേക്ക്, പ്രമാണത്തിലേക്ക് എന്ന ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ ചില മുൻധാരണകൾ ചില ആളുകളുടെയെങ്കിലും മനസ്സിലുണ്ടാകും. എന്തിനാണ് ഇത്തരം സംസാരങ്ങൾ? ഇന്ന് നിങ്ങൾ സംസാരിക്കും, നാളെ അതിന് മറുപടികളുണ്ടാകും. ഇത് സമൂഹത്തിൻ്റെ ഐക്യം തകരലല്ലേ? ഉക്കാലയിൽ, ദുൽമജാസിൽ, അറേബ്യയുടെ വ്യത്യസ്തങ്ങളായ അങ്ങാടികളിൽ ഓരോ ജനങ്ങളെയും കണ്ട് ഫഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ തൗഹീദിലേക്ക് വരണേ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണേ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സംസാരം നിർത്തിയാൽ പ്രവാചകന്റെ കുടുംബക്കാരൻ, റസൂലുള്ളാഹിയുടെ ഉപ്പയുടെ സഹോദരൻ അബൂലഹബ് എഴുന്നേൽക്കുകയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അബൂലഹബിൻ്റെയും സംസാരം. ഒരിക്കലും നിങ്ങൾ ഈ കദ്ദാബിനെ, പെരുങ്കള്ളനെ അനുസരിക്കരുത് എന്ന് പറഞ്ഞ് എവിടെയെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിച്ചോ അവിടെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ പ്രയാസപ്പെടുത്തി. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ 23 കൊല്ലത്തെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുഖ്യ അജണ്ടയായി നടത്തിയിട്ടുള്ളത്. മറ്റു ചില ആളുകൾ പറയും, ഫാസിസത്തിൻ്റെ കാലത്ത്, ഇസ്ലാമിനെ ശത്രുക്കൾ ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോഴും തൗഹീദ് തന്നെയാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെല്ലാം വിഷയങ്ങളുണ്ട്, എന്തെല്ലാം ചർച്ചകളുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ഈ തൗഹീദും ഈ സുന്നത്തും ഈ പ്രമാണങ്ങളും ഇത് തന്നെയാണോ പറയാനുള്ളത്? പ്രിയമുള്ളവരെ, സ്വസ്ഥമായ ഒരു പ്രയാസങ്ങളുമില്ലാത്ത പ്രബോധന ഭൂമികയിലാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചത്? ബദറിന്റെ പ്രയാസങ്ങളിൽ, ഉഹദിന്റെ പരീക്ഷണങ്ങളിൽ, ഖന്തക്കിൽ, പട്ടിണിയുടെ ദിനരാത്രങ്ങളിൽ, അങ്ങനെ പ്രയാസങ്ങൾ നിറഞ്ഞ ഇന്നലകളിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആദർശ പ്രബോധനം നടത്തിയിട്ടുള്ളത്. ചുറ്റുഭാഗത്തും ശത്രുക്കൾ ഉണ്ടായിരുന്നു. അഹ്സാബിൽ എല്ലാ ശത്രുക്കളും ഒന്നിച്ചുകൊണ്ടാണ് ആക്രമിക്കാൻ വരുന്നത്. ശരി, ഇതാ മുസ്ലിമീങ്ങളെ ശത്രുക്കളെല്ലാം ആക്രമിക്കാൻ വരുന്നു, അതുകൊണ്ട് കുറച്ചു കാലം നമുക്ക് ഈ തൗഹീദി പ്രബോധനം നിർത്തിവെക്കാം എന്ന് തീരുമാനിച്ചിട്ടില്ല. കാരണം ഇസ്ലാമിന്റെ ജീവനാണ് തൗഹീദ്, ഇസ്ലാമിന്റെ കാതലാണ് തൗഹീദ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു സംസാരം നമ്മൾ കേൾക്കേണ്ടത്. പ്രിയമുള്ളവരെ, പ്രമാണങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു ചിന്തയുണ്ടാകും. കാലം മാറുന്നതിനനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ മാറേണ്ടതില്ലേ? മനുഷ്യർ പഠിക്കുന്നു, അവൻ്റെ പഠനങ്ങൾക്ക് വികാസമുണ്ടാകുന്നു. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് പുതിയ നിയമങ്ങൾ, പുതിയ മാറ്റങ്ങൾ, പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഇസ്ലാം അപ്ഡേറ്റ് ചെയ്തു പോകണ്ടേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ശരിയാണ്, ആ ചോദ്യം പ്രസക്തമാകുമായിരുന്നു. ഇസ്ലാം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായങ്ങളായിരുന്നുവെങ്കിൽ, ഇസ്ലാം എന്നത് ഏതെങ്കിലും പണ്ഡിതന്മാർ ചർച്ച നടത്തി അവർ ഉരുത്തിരിച്ചെടുത്ത ആശയമായിരുന്നുവെങ്കിൽ, ഇസ്ലാം എന്നത് ഏതെങ്കിലും കാലഘട്ടത്തിലെ ബുദ്ധിജീവികളുടെ കണ്ടെത്തലുകളായിരുന്നുവെങ്കിൽ അത് പ്രസക്തമാകുമായിരുന്നു. എന്നാൽ ഇസ്ലാമിക ദർശനം എന്നുള്ളത്, ഇസ്ലാമിന്റെ ആശയം എന്നുള്ളത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഏതു കാലഘട്ടത്തിലെയും മനുഷ്യനെ സൃഷ്ടിച്ച, ആ മനുഷ്യന്റെ ഹൃദയമിടിപ്പുകൾ അറിയുന്ന റബ്ബിൽ നിന്നുള്ള ദീനാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഏതു കാലഘട്ടത്തിലും ഇസ്ലാമിക നിയമങ്ങൾ പ്രസക്തമാണ്, അത് കാലികമാണ്. നമ്മുടെ അഭിപ്രായങ്ങളല്ല ഇസ്ലാം ദീൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു വ്യക്തി വരികയാണ്. അന്ന റജുലൻ സഅലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ബിഖാഇ ഖൈർ വ അയ്യുൽ ബിഖാഇ ശർ. അല്ലാഹുവിൻ്റെ റസൂലേ, ഈ ഭൂമിയിൽ ഏറ്റവും ഖൈറായ പ്രദേശം ഏതാണ്? ഈ ഭൂമിയിൽ ഏറ്റവും ഷർറായ, അള്ളാഹുവിന് വെറുപ്പുള്ള പ്രദേശങ്ങൾ ഏതാണ്? ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാലോ നമ്മൾ പറയും മക്കയാണ്, മദീനയാണ്.
മസ്ജിദുൽ അക്സയാണ്, ഉടനെ നമ്മൾ മറുപടി പറയും. പക്ഷേ ചോദ്യം ദീനാണ്, ദീനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ലാ അദിരി, എനിക്കറിയില്ല, എനിക്കതിൻ്റെ ഉത്തരം അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, ജിബ്രീലിനോട് റസൂലുള്ളാഹി ചോദിക്കുന്നു ഇതേ ചോദ്യം. ജിബ്രീലിന്റെ മറുപടി ലാ അദിരി, എനിക്കറിയില്ല. പിന്നീട് വഹി ലഭിച്ചു, ഖൈറുൽ ബിഖാഇ അൽ മസാജിദ് വശർറുൽ ബിഖാഇ അൽ അസ്വാഖ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളികളാണ്, ഏറ്റവും വെറുപ്പുള്ളത് അങ്ങാടികളാണ്. നോക്കൂ, ഇതെന്തുകൊണ്ട് റസൂലുള്ളാഹി അറിയില്ല എന്ന് പറഞ്ഞു? ചോദ്യം മതപരമായ വിഷയമാണ്. മതത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അഭിപ്രായങ്ങൾ പറയാറില്ല. അങ്ങനെ ആയേക്കാം, ഇതാണ് സാധ്യത. അത് ദീനിന്റെ വിഷയത്തിൽ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ തന്നെ. സുഇല അനിൽ അബ്ബി, ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കാണ്, ഖുർആനിൽ വഫാകിഹതൻ വഅബ്ബ എന്നുണ്ടല്ലോ, അബൂബക്കർ എന്താണ് ആ അബ്ബ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആശയം എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മറുപടി ലാ അദിരി, അബൂബക്കറിന് അറിയുകയില്ല. അബൂബക്കറിന് അറിയില്ല, മതപരമായ ചോദ്യമാണ്. ആ വ്യക്തിയുടെ അടുത്ത ചോദ്യം, എങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി അയ്യു സമാഇൻ തുളില്ലുനി വഅയ്യു അർളിൻ തുഖില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലാ ഇൽമ ലീ ബി. ഏതാകാശമാണോ അബൂബക്കറിനെ സംരക്ഷിക്കുക, ഏതു ഭൂമിയാണോ അബൂബക്കറിനെ സംരക്ഷിക്കുക? അള്ളാഹുവിന്റെ കിതാബിൽ, ഖുർആനിൽ എനിക്കറിയാത്തൊരു വിഷയം, എനിക്കറിയാത്തൊരു കാര്യം അള്ളാഹുവിന്റെ കിതാബിൽ ഞാൻ പറഞ്ഞാൽ, ഈ ദീനിൽ ഞാൻ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ഏതാകാശവും ഏതു ഭൂമിയുമാണ് അബൂബക്കറിനെ സംരക്ഷിക്കുക? ഈ ഒരു പേടിയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ അഭിപ്രായങ്ങളല്ല. ഇത് മാറ്റം വരുത്താൻ നമുക്ക് അള്ളാഹു അധികാരം നൽകിയിട്ടില്ല. ഇനി ഒരു പ്രവാചകന്റെയും നിയോഗത്തിന്റെ ആവശ്യമില്ലാത്ത വിധം, ഇനിയൊരു പ്രവാചകൻ ആവശ്യമില്ലാത്ത വിധം ഇസ്ലാമിക ശരീഅത്ത് അത് പൂർത്തിയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ സാക്ഷി നിർത്തി അള്ളാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിച്ചു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. സ്വഹാബത്തെ, ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, അള്ളാഹുവിന്റെ ദീൻ, അത് നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകിയിരിക്കുന്നു. അള്ളാഹു അവന്റെ ദീൻ അത് പൂർത്തിയാക്കി നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ ദീൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിക്ക് അള്ളാഹു പൂർത്തിയാക്കിയ ദീനിൽ അന്ന് എന്തെല്ലാമുണ്ടോ അതാണ് നമ്മുടെ ദീൻ. നമുക്ക് സ്വർഗം നേടാൻ അത് മതി. അള്ളാഹു പൂർത്തിയാക്കിയ ആ ദീൻ മതി നമുക്ക് സ്വർഗം നേടാൻ. നമുക്ക് നരകത്തിൽ നിന്ന് മോചനം നേടാൻ അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹു പൂർത്തിയാക്കിയ ആ ദീൻ അത് മതിയാകുന്നതാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ ആ ദീൻ അനുസരിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞു, മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കാൻ വിട്ടേച്ചു പോയിട്ടില്ല. നന്മയായിട്ടുള്ള ഒന്നും റസൂലുള്ളാഹി വിട്ടേച്ചു പോയിട്ടില്ല, റസൂലുള്ളാഹി പഠിപ്പിക്കാതെ പോയിട്ടില്ല. ഇതാ ഇനി ഒരു നന്മ കൂടെ, ഒരു പുതിയ സ്വലാത്ത് കൂടെ, ഒരു പുതിയ ദിക്ർ കൂടെ. അങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ഒരു നന്മ, പ്രിയമുള്ളവരെ, സ്വർഗത്തിന് നമുക്ക് ബാക്കിയില്ല. വലാ തറക്തു മിൻ ഷൈഇൻ യുബ്ഇദുകും അനിന്നാർ. നരകത്തെ തൊട്ട് നിങ്ങളെ അകറ്റുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല. അപ്പോൾ ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അവരെന്താണോ ദീനായി കണ്ടത് അതാണ് നമ്മുടെ ദീൻ. എന്നാൽ ഇന്ന്
മുസ്ലിം സമുദായം ആ പ്രമാണങ്ങളിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിൽ നിന്ന് പല വിഷയങ്ങളിലും ബഹുദൂരം അകന്നുപോയിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങാനാണ് ഇവിടെ ഇന്ന് ഇത്തരം ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം സുദീർഘമായ കാലം ജീവിച്ച സ്വഹാബിയാണ് അബൂദർദാ. ഒരാൾ വന്നുകൊണ്ട് അബൂദർദായിനോട് ചോദിക്കുന്നുണ്ട്, അബൂദർദാ, അള്ളാഹുവിന്റെ റസൂല് വിലക്കിയ വല്ലതും ഞങ്ങളിൽ കാണുന്നുണ്ടോ? അഥവാ കാലം കുറെ കഴിഞ്ഞില്ലേ, പുതിയ തലമുറകൾ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് വിലക്കിയ വല്ലതും ഞങ്ങളിലുണ്ടോ? അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച എന്താണോ നിങ്ങളുടെ കൈകളിലുള്ളത്? റസൂലുള്ളാഹി പഠിപ്പിച്ച എന്ത് കാര്യമാണ് നിങ്ങളിലുള്ളത്? എത്രയെത്ര വിഷയങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിപ്പോയി. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അരികിലേക്ക് മഹാനായ ഇമാം സുഹരി വരികയാണ്. മഹാനായ ഇമാം അനസ് ഇബ്നു മാലിക് അദ്ദേഹം ദിമശ്കിലാണ്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഒരുപാട് കാലം ജീവിച്ച സ്വഹാബിയാണ്. ദിമശ്കിൽ അദ്ദേഹത്തെ കണ്ടു. വഹുവ യബ്കി, അദ്ദേഹം കരയുകയാണ്. റസൂലുള്ളാഹിയുടെ ഖാദിം, 10 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുകയാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ യുബ്കീക്, അനസ് ഇബ്നു മാലിക്, എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്? എന്താണ് കരയാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ മറുപടി, ലാ അരിഫു ശൈഅൻ മിമ്മാ അദ്റക്തു ഇല്ലാ ഹാദിഹി സ്വലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അന്നുണ്ടായിരുന്ന നമസ്കാരമല്ലാതെ ഒന്നും ഇന്ന് ഞാൻ കാണുന്നില്ലല്ലോ. നമസ്കാരം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ബാക്കിയുള്ള ദീനിലെ കാര്യങ്ങളെല്ലാം അവർ നഷ്ടപ്പെടുത്തിയല്ലോ. ആ നമസ്കാരത്തിൽ പോലും അവർ വീഴ്ച വരുത്തുന്നു എന്ന് ആ കാലഘട്ടത്തിൽ, ഉത്തമ തലമുറയിൽ, അവസാന കാലഘട്ടത്തിൽ മഹാനായ അനസ് ഇബ്നു മാലിക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്നെന്താണ് നമ്മുടെ അവസ്ഥ? സാധാരണ AP അബ്ദുൽ ഖാദർ മൗലവി ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു ഹാജിയാര് ഗൾഫിൽ നിന്നൊരു കൊട കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരോടും പറയും, ഇത് ഫോറിൻ കൊടയാണ്, ഗൾഫത്തെ കൊടയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിന്റെ തുണി കീറി മുപ്പര് തുണി മാറ്റി, അതിന്റെ കമ്പി പൊട്ടിയപ്പോൾ മുപ്പര് കമ്പി മാറ്റി, അവസാനം അതിന്റെ പിടുത്തം ഊരിപ്പോന്നു, അപ്പൊ പുതിയ പിടുത്തവും വെച്ചു. ഇപ്പോ അതിന്റെ തുണി വേറെയാണ്, അതിന്റെ കമ്പി മാറ്റിയിട്ടുണ്ട്, എല്ലാം മാറ്റിയിട്ടുണ്ട്. പക്ഷെ പേരിപ്പോഴും ഫോറിൻ കൊട എന്നാണ്. ഒന്നും ഗൾഫത്തതില്ല, ഒക്കെ നാട്ടിൽ നിട്ടു, പക്ഷെ പേരിപ്പോഴും ഫോറിൻ കൊട എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് പലപ്പോഴും ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നു, എന്നാൽ എല്ലാ കാര്യങ്ങളും അഹ്ലുസുന്നയിൽ നിന്ന് മാറിപ്പോയി, പ്രമാണങ്ങളിൽ നിന്ന് മാറിപ്പോയി, വഴിദൂരം സഞ്ചരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, പ്രമാണങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. റസൂലുള്ളാഹി പറഞ്ഞു, തറക്തു ഫീകും ശൈഅൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നുണ്ട്. ലൻ തളില്ലു ബഅദഹുമാ കിതാബല്ലാഹി വസുന്നതി, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല, നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. എന്താണത്? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്, റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. അതെങ്ങനെ മനസ്സിലാക്കണം? അതെങ്ങനെ മനസ്സിലാക്കണം? ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം? ഡിക്ഷണറി നോക്കിയിട്ടാണോ? ഓരോരുത്തരും തോന്നുന്ന രൂപത്തിൽ അർത്ഥം വെക്കലാണോ? എങ്ങനെയാണ് അതിന്റെ ഒന്നാമത്തെ ഓഡിയൻസ് മനസ്സിലാക്കിയത്? അങ്ങനെ പ്രമാണങ്ങളെ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, സ്വഹാബത്ത് എങ്ങനെ താബിഈകളെ പഠിപ്പിച്ചു, അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. പണ്ടൊരു കുട്ടി വീട്ടിൽ വന്നിട്ട് ഉപ്പാനോട് പറഞ്ഞു എന്നാണ്, ഉസ്താദിനെ പട്ടി കൊണ്ട് തല്ലി. ബാപ്പിൻ ആകെ അന്തം വിട്ടു, പട്ടി കൊണ്ട് തല്ലി, എന്നാ പിന്നെ ചോദിച്ചിട്ടെന്നെ ബാക്കി കാര്യം. വെല്ലിപ്പൊക്ക ആകെ പിന്നെ വടിയൊക്കെ എടുത്ത്, അത് കുട്ടികളെ മദ്രസന്ന് പട്ടി കൊണ്ടാണ് തല്ലിണതെന്ന് പറഞ്ഞ് ബാപ്പിയും വെല്ലിപ്പൊക്കെ കൂടെ മദ്രസയിൽ ചെന്നപ്പോഴാണ് ഹാജർ പട്ടി കൊണ്ടാണ് തല്ലിയിട്ടുള്ളത്. ഹാജർ പട്ടി കൊണ്ടാണ് അടിച്ചത്. ഇവിടെ വന്ന് പട്ടിക എന്ന് കേട്ടപ്പോ മൂപ്പരാകെ ബേജാറായതാണ്. ഞാൻ പറയുന്നത്, അത് കണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ പട്ടിക എന്ന് മനസ്സിലാകും. അത് പിന്നീട് ഒരാളോട് പറയുമ്പോൾ അവരത് മനസ്സിലാക്കണമെന്നില്ല. അതുപോലെ പ്രമാണങ്ങളെ മനസ്സിലാക്കിയ ഒന്നാമത്തെ ഓഡിയൻസ്
ഒന്നാമത്തെ ശ്രോതാക്കൾ അവരെങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, അറബി മാഷ് ക്ലാസ്സിൽ ബോർഡിൽ അലിഫ് എന്ന് എഴുതി കുട്ടികളെ പഠിപ്പിക്കാൻ, അലിഫ് എന്ന് എഴുതി പഠിപ്പിച്ചു. മൂപ്പര് അവസാനത്തെ പീരീഡാണ്, അത് പഠിപ്പിച്ച് അറബി മാഷ് പോയി. അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം ഇല്ലാത്ത രണ്ടാളാണ് ആദ്യം ക്ലാസ്സിലെത്തിയത്. അപ്പൊ അവര് ബോർഡിൽ നോക്കിയപ്പോൾ അലിഫ് ഉണ്ട്. പൊരുത്തം പറയാണ് അത് ഐ എന്ന് എഴുതി പഠിപ്പിച്ചതാണ്. മറ്റവൻ പറയാണ് അല്ല അത് ഒന്ന് എഴുതിയതാണ്, അത് കണക്ക് മാഷ് എഴുതിയതാണ്. രണ്ടാളും പൊരിഞ്ഞ കച്ചറ. മറ്റവൻ കഴുത്തിന് പിടിച്ച് അങ്ങോട്ട് തല്ല് ഇങ്ങോട്ട് തല്ല്. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ക്ലാസ്സിലിരുന്ന് ഒരുത്തം വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കച്ചറ കൂടുന്നത്? ഞാൻ ക്ലാസ്സിലിരുന്ന ആളല്ലേ, ഞാൻ ക്ലാസ്സിലിരുന്ന ആളാണ്, അത് അറബി മാഷ എഴുതിയതാണ്. അത് സ്വീകരിച്ച പ്രശ്നം തീർന്നില്ലേ? ഇവിടെ ആയത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ് കൊണ്ടുവരുന്നു. ഈ ആയത്ത് കേരളത്തിൽ ഇറങ്ങിയതല്ലല്ലോ. സൂറത്തു കാലിക്കുത്തി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ സൂറത്തു കേരള എന്ന് പറഞ്ഞ്, കൈരള എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സൂറത്തില്ലല്ലോ. മക്കി മദനിയല്ലേ ഉള്ളൂ. മക്കയിലും ഹിജ്റയുടെ മുമ്പ് അവതരിച്ച, ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകളല്ലേ ഉള്ളൂ. ആദ്യമായി കേട്ട സ്വഹാബത്ത്, ആദ്യമായി കേട്ട റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് ഏത് വിഷയവും എങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്കിടയിലുള്ള തർക്കങ്ങൾ തീർന്നു. പ്രിയമുള്ളവരെ, ഓരോ വിഷയങ്ങളും അങ്ങനെ നമ്മൾ പഠിച്ചു പോവുക. നമ്മുടെ നാട്ടിൽ അധിക അനാചാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഖബറിന്റെ പേരിലാണ്, ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇസ്ലാം പറയുന്ന ഖബർ ദുനിയാവുമായി ബന്ധം കുറക്കാനാണ്. ഇസ്ലാമിലെ ഖബർ ദുനിയാവുമായി ബന്ധം കുറക്കാനാണ്. ഖബറിന്റെ അരികിൽ പോയാൽ ദുനിയാവിനായിട്ടുള്ള ബന്ധം കുറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഖബർ സിയാറത്ത് ഇല്ലാത്തവരല്ല നമ്മൾ. ഉപ്പയുടെ ഖബറിനരികിൽ പോകാത്തവരല്ല, ഉമ്മയുടെ ഖബറിനരികിൽ പോകാത്തവരല്ല. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിനു വേണ്ടി? ഫഇന്നഹാ തുദക്കിറുൽ മൗതാ, അത് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മിപ്പിക്കും. ഉപ്പാന്റെ ഖബർ കാണുമ്പോ, പടച്ചോനെ എന്റെ ഉപ്പ, എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉപ്പ, ആയിരക്കണക്കിന് ഖബറുകൾക്കിടയിൽ ഒരു ഖബറിൽ എന്റെ ഉപ്പ കഴിയുകയാണല്ലോ. എന്താ എന്റെ ഉപ്പയുടെ കൂടെയുള്ളത്? ചെയ്ത അമലുകളാണ്. അതുപോലെ ഒരു ദിവസം റബ്ബേ ഞാനും ഈ ഖബറിൽ വന്നെത്തേണ്ടതല്ലേ? എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ, എനിക്ക് ഖബറിനെ, എന്റെ ഖബറിലെ ജീവിതം എളുപ്പമാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ, ഖബറിനെ ഓർക്കാൻ, മരണത്തെ ഓർക്കാൻ, അതിനാണ് ഖബർ. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ കരയും, ഖബറിനരികിലെത്തിയാൽ കണ്ണ് നനയും, താടി നനയും. ഉസ്മാൻ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കരയുന്നതിനേക്കാൾ ഖബർ നിങ്ങളെ കരയിപ്പിക്കുന്നല്ലോ എന്ന് സ്വഹാബത്ത് ചോദിച്ചത് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ്. അള്ളാന്റെ റസൂൽ ഖബറിനരികിൽ ഇരിക്കാൻ സ്വഹാബിയുടെ ജനാസയുമായി എത്തിയിട്ടുണ്ട്. ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഒരു വടി കൊണ്ട് ആ ഖബറിൽ ഇങ്ങനെ പതുക്കെ കുത്തി സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവലിനെ ചോദിക്കണേ. പ്രിയമുള്ളവരെ, ഇതാണ് ഇസ്ലാമിലെ ഖബർ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഖബറിന്റെ പേരിൽ ചൂഷണങ്ങളാണ്. സിയാറത്ത് ടൂർ, ബസ്സിൽ കയറുമ്പോ സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുന്ന ഉസ്താദിനോടൊന്ന് ചോദിക്കൂ, ഉസ്താദേ നമ്മൾ എന്തിനാണ് ഈ ടൂർ പോകുന്നത്? ഏതെങ്കിലും ഉസ്താദ് പറയോ, മഹലിൽ എല്ലാവർക്കും മരണത്തെക്കുറിച്ചൊന്നും ഒരു പേടിയില്ല, ആഖിറത്തിനെ പറ്റിയൊന്നും ഒരു പേടിയില്ല, അതുകൊണ്ട് നമ്മൾ ഒരു പേടി ഉണ്ടാക്കാൻ, മരണത്തെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാൻ, അതിനാണ് ഈ ടൂറ്? ആണോ? അതിനാണോ? ഒരു പരസ്യമാണ്. നാഗൂർ, അജ്മീർ, മുത്തുപ്പേട്ട, അവസാനം ഭീമാപ്പള്ളി, ലുലു മാൾ വഴി നമ്മൾ തിരിച്ചെത്തുന്നു. ഖബർ സിയാറത്തിന്റെ പോസ്റ്ററിലുള്ളതാണ്. ലുലു മാൾ വഴി തിരിച്ചെത്തുന്നു. അതെന്ത് ആഖിറത്തിനെ ഓർമ്മിപ്പിക്കലാണ്? അതെന്ത് പരലോകത്തെ ഓർമ്മിപ്പിക്കലാണ്? തൊട്ടടുത്ത ദിവസങ്ങളിലാണല്ലോ ഇടിയങ്ങര ശൈഖിന്റെ നേർച്ച, 467ാമത് ഇടിയങ്ങര ശൈഖിന്റെ മക്കാമിലെ നേർച്ച, അപ്പവാണിപ നേർച്ച നടന്നത്. അവിടെ എത്തിയത് എന്തിനാണ്?
ഇസ്ലാമിക വേഷം ധരിച്ച, പർദ്ദ ധരിച്ച എത്രയെത്ര മുസ്ലിമീങ്ങൾ അവിടെ വന്നു. ആ വന്നതിൽ ആരെങ്കിലും മരണത്തെ ഓർക്കാനാണോ? പിന്നെ എന്തിനാണ് എത്തിയത്? അവിടെ എത്തിയത് കുടലിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുടലപ്പം അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കാണ്. കുടലിന്റെ പ്രശ്നങ്ങൾക്ക് കുടലപ്പം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വയറ്റിൽ കുത്തേറ്റ് റസൂലുള്ളാഹിയുടെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഒന്നാമത്തെ സ്വഫിൽ താഴെ വീണു. കുടല് പുറത്തേക്കെത്തി. ചരിത്രം നമുക്കറിയാം. വെള്ളം കൊടുക്കുമ്പോൾ അടിവയറ്റിലൂടെ പുറത്തേക്ക് പോകുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറരികിലുണ്ട്. ഇതാ കുറച്ച് കുടലപ്പം ഉണ്ടാക്കി റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അരികിലേക്ക് ഞാൻ നേർച്ചയാക്കി. ചരിത്രത്തിലുണ്ടോ? മുസ്ലിം ഉമ്മത്ത് കുടലപ്പം വിൽക്കുന്നു. പല്ലപ്പം, പല്ലിന്റെ പ്രശ്നങ്ങളുണ്ടോ? പല്ലപ്പം. ഉഹദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലുള്ള ആ യുദ്ധരംഗത്ത് പ്രതിരോധിക്കാനുള്ള ആയുധം അത് റസൂലുള്ളാഹിയുടെ കവിളിൽ തട്ടി. അതിന്റെ കൊളുത്തുകൾ പ്രവാചകന്റെ കവിളിലേക്ക് ഊഴ്ന്നിറങ്ങിയപ്പോ അത് തന്റെ വായ കൊണ്ട് കടിച്ചു പറിച്ച് പല്ല് നഷ്ടപ്പെട്ട, അങ്ങനെ പ്രയാസപ്പെട്ട സ്വഹാബാക്കളുണ്ട്. ഏതെങ്കിലും ഒരു സഹാബി അവരുടെ ചരിത്രത്തിൽ ഒരു പല്ലപ്പമുണ്ടോ? പിന്നെ എന്താണ് കാലപ്പം? കാലിനാണോ പ്രശ്നം? അവിടെ കാലപ്പമാണ്. സഅദ് ഇബ്നു മുആദിന്റെ കാലിലല്ലേ അമ്പ് തറച്ചത്? ഖന്തക്കിൽ കാലിൽ തുടയിൽ അമ്പ് തറച്ച് അള്ളാഹുവിന്റെ റസൂലിന് എത്ര പ്രയാസമുണ്ടായി. മസ്ജിദുൻ നബവിയുടെ തൊട്ടരികിലല്ലേ സഅദ് ഇബ്നു മുആദിനെ കൊണ്ടുവന്ന് കിടത്തിയത്. പള്ളിയിൽ രക്തത്തിന്റെ പാട് കണ്ടപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നില്ലേ, ആരുടേതാണ് ഈ രക്തപ്പാടുകൾ? നബിയേ, സഅദിന്റേതാണ്. അള്ളാഹുവിന്റെ റസൂൽ എത്ര പ്രയാസപ്പെട്ടു. സഅദേ, ഒരു കാലപ്പുണ്ടാക്ക്, പ്രശ്നം തീരും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞോ? പിന്നെയോ പലതരത്തിലുള്ള അപ്പങ്ങളാണ്. ആണിയപ്പം, കാലിൽ ആണിയാണോ ആണിയപ്പം. ചൊറിയപ്പം, ചൊറിക്കുള്ള പരിഹാരമാണ് ചൊറിയപ്പം. കണ്ണിന് പ്രശ്നമുണ്ടോ? കണ്ണപ്പം. വെള്ളപ്പാണ്ടിന് വെള്ളരി, അത് പിന്നെ പ്രാസൊപ്പിച്ചതാണ്. വെള്ളപ്പാണ്ട്, വെള്ളരി. ചൊറിയാണോ സിയാറത്തിന് പോയത്? അവർക്ക് പ്രയാസങ്ങളില്ലേ? അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ? ഏതെങ്കിലും ഒരു സഹാബി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് കൂട്ടരെ നമ്മുടെ ദീൻ നഷ്ടപ്പെടുത്തുന്നത്? അപ്പുണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ചായക്കട തുടങ്ങി അതുകൊണ്ട് ജീവിച്ചാ പോരെ? എന്തിനാണ് അള്ളാഹുവിന്റെ ദീൻ കൊണ്ട്, മരണത്തെ ഓർക്കാനുള്ള ഖബർ സിയാറത്ത് കൊണ്ട്, പരലോകത്തെ കൊണ്ട് ദുനിയാവുണ്ടാക്കുന്നത്? ഇത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്നതാണ്. ഇനി എന്താണ് ഇസ്ലാമിലെ ഖബർ? ഇസ്ലാമിലെ ഖബർ എങ്ങനെയാകണം? മഹാനായ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് വരികയാണ്. വന്നിട്ട് ചോദിക്കാണ്, ഉമ്മാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറൊന്ന് കാണിച്ചു നൽകുമോ? റസൂലുള്ളാഹിയുടെ സ്വാഹിബുമാരുടെ, ചങ്ങാതിമാരുടെ ഖബറൊന്ന് കാണിച്ചു നൽകുമോ? എന്തേ ചോദിക്കാനുള്ള കാരണം? ആ 3 ഖബർ ആയിഷുമ്മയുടെ റൂമിലാണ്. ആ ഖബറിന്റെ അപ്പുറത്തൊരു തുണി വിരിച്ചിട്ടുണ്ട്. ആ റൂമിൽ തന്നെയാണ് നമ്മുടെ ഉമ്മ കിടന്നുറങ്ങുന്നത്. അവിടെയാണ് നമ്മുടെ ഉമ്മ നമസ്കരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഉമ്മ മറ്റു കാര്യങ്ങൾ അവര് നിർവഹിക്കുന്നത്. ആ റൂമിൽ തന്നെയാണ് ഖബർ. ഉമ്മ, ആ ഖബറൊന്ന് കാണിച്ചു തരോ? അവിടെ എപ്പോഴും ഉറൂസും നേർച്ചയും ചന്ദനക്കുടവും അവിടെ നിലവിളക്കും പൂജയുണ്ടെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴും അവിടെ അത്തരത്തിലുള്ള ഏർപ്പാടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ഖബർ ആരുടേതാണ്? വല്ലിപ്പാന്റെ ഖബറാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വല്ലിപ്പയാണ്. ആ ഖബറൊന്ന് കാണിച്ചു നൽകുമോ? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ഖബർ കാണിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നേതാവ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ എങ്ങനെയായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടിയാണ് പറയുന്നത്, ഞാൻ ആ ഖബർ കണ്ടു. നഹ്വം മിൻ ശിബിരിൻ,
ഒരു ചാണാണ് അതിന്റെ ഉയരം. ഒരു ചാണാണ് ഖബർ ഉയർത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പറയല് ഖബർ ഞങ്ങൾ ഉയർത്തുന്നതല്ല, ഖബർ ഉയരുന്നതാണ്, ഖബർ പൊന്തുന്നതാണ്. അതിങ്ങനെ കറാമത്തിനനുസരിച്ച് ഖബർ ഇങ്ങനെ പൊന്തും. ബദരീങ്ങൾക്ക് കറാമത്തില്ലേ? ഉഹദിലെ ശുഹദാക്കൾക്ക് കറാമത്തില്ലേ? മക്കയിലും മദീനയിലുമുള്ള 10,000-കണക്കിന് സ്വഹാബത്തിന് കറാമത്തില്ലേ? മുഅ്ജിസത്തുള്ള ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിയുടെ ഖബറിനെ പറ്റി കണ്ട സ്വഹാബത്ത് പറയുന്നു, ഒരു ചാണായിരുന്നു അതിന്റെ ഉയരം. ഇനിയോ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹിയുടെ ഖബർ ഞാൻ കണ്ടു. വറുഫിഅ ഖബറുഹു മിനൽ അർളി, റസൂലുള്ളാഹിയുടെ ഖബർ ഭൂമിയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. നഹ്വം മിൻ ശിബിരിൻ വജത്തുഹു, ഒരു ചാണായിരുന്നു അതിന്റെ ഉയരം ഞാൻ കണ്ടത്. അതാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിലെ ഖബർ. എന്തേ കൂട്ടരെ ഖബർ കെട്ടിയുയർത്തുന്ന, ഔലിയാക്കളുടെ ഖബർ കെട്ടിയുയർത്തുന്ന മസ്അല സ്വഹാബത്തിന് മനസ്സിലായില്ലേ? ഔലിയാക്കളുടെ ഖബർ, അതിന് പച്ച പെയിന്റ് അടിക്കുന്ന മസ്അല, അവിടെ പൂക്കളർപ്പിക്കുന്ന മസ്അല സ്വഹാബത്തിന് തിരിഞ്ഞില്ലേ? എന്തേ ഇവർക്കാർക്കും ഔലിയാക്കളോട് സ്നേഹമില്ലേ? ഇനി മാത്രല്ല, ഖബറുമായി ബന്ധപ്പെട്ട് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞോ അത് മുസ്ലിം ഉമ്മത്ത് ചെയ്യും. പേര് പ്രവാചക സ്നേഹം. ആ പേരിലാണ് ബിരിയാണി വിളമ്പുന്നത്, ആ പേരിലാണ് ഘോഷയാത്ര നടത്തുന്നത്, ആ പേരിലാണ് ദഫ് മുട്ടുന്നത്. സ്നേഹം. പ്രിയമുള്ള സഹോദര, റസൂലുള്ളാഹിയുടെ എത്രയെത്ര വസിയ്യത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നഹാ റസൂലുള്ളാഹി അൻ യുജസ്സസൽ ഖുബൂർ വഅൻ യുക്തബ അലൈഹാ വഅൻ യുബ്ന അലൈഹാ. ഖബർ കുമ്മായം പൂശരുത്, ഖബറിന്മേൽ എഴുതരുത്, ഖബറിന്മേൽ കെട്ടിടം നിർമ്മിക്കരുത്, ഖബറിന്മേൽ ഇരിക്കരുത്. നമ്മളോ ഖബറ് കെട്ടിപ്പൊക്കുന്നു, ഖബറിന്മേൽ 786 ഒരു നക്ഷത്രം, ഒരു പിന്നെ ഒരു അമ്പിളിക്കല, ഡേറ്റ് ഓഫ് ബർത്ത്, ഹാജിയാരെ പേര്, ഇതെല്ലാം എഴുതി വെക്കും. ഖബറിന്മേൽ ഇരിക്കരുത്, കത്തപ്പര കെട്ടി അതിന്റെ മേലെ ഇരുന്ന് യാസീനോതും. ഇതാണ് അവസ്ഥ. എന്തെല്ലാം പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ അതെല്ലാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി പറയാറുള്ളത് ഇതാ, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങളിതാ ഇവിടുന്നൊരു ചങ്ങലിങ്ങനെ കുലുക്കിയാൽ അത് റൗളയിലേക്ക് എത്തും. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹിയിലൂടെ മാലിക് ബിൻ ദീനാർ കേരളത്തിലേക്ക് എത്തിച്ചു. ആ മാലിക് ബിൻ ദീനാറിന്റെ കാലഘട്ടം മുതൽ ഇന്നുവരെ അഹ്ലുസുന്നയാണ്. കൂട്ടരെ 10 പള്ളികൾ മാലിക് ബിൻ ദീനാറും കൂട്ടരും കേരളത്തിൽ ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ 10 പള്ളികൾ അവര് നിർമ്മിച്ചു. അവര് നിർമ്മിച്ച ഒരു ജാറമുണ്ടോ? മാലിക് ബിൻ ദീനാറും കൂട്ടരും കേരളത്തിൽ തുടങ്ങിയ ഒരു ജാറമുണ്ടോ? ഒരു ചാണിലധികം മാലിക് ബിൻ ദീനാറും കൂട്ടരും ഉയർത്തിയ ഖബറുണ്ടോ? ഏതെങ്കിലും ഒരു സഹാബി ഖബർ കെട്ടി ഉയർത്തിയോ? ഇനി ഷാഫി മദ്ഹബിലുണ്ടോ? നമ്മൾ ഷാഫി മദ്ഹബാണെന്നാണല്ലോ പറയുന്നത്. അതിലും വഞ്ചനയുണ്ട്. സാധാരണക്കാര് ചോദിക്കണം, ഷാഫി മദ്ഹബ് ഏതിലാണ്? ഷാഫി മദ്ഹബ് കർമ്മത്തിലാണ്. 4-1 മദ്ഹബ് സ്വീകരിക്കണമെന്ന് പറയുന്നത് കർമ്മശാസ്ത്രത്തിലാണ്. അഖീദയിൽ 2-1 മദ്ഹബാണ്. ഉസ്താദിനോട് ചോദിക്കണം, നമ്മുടെ അഖീദയിലെ മദ്ഹബ് ഷാഫി ഇമാമിന്റെ അഖീദയാണോ? ഇമാം മാലിക്കിന്റെ അഖീദയാണോ? ഇമാം അഹ്മദിന്റെ അഖീദയാണോ? സാധു പറയും, അല്ല, 2-1 അഖീദയാണ്. ഒന്നുകിൽ അശ്അരിയത്ത് അല്ലെങ്കിൽ മാതുരീദിയത്ത്. അശ്അരി അഖീദയാണ് ഇവിടെ അഖീദയിൽ സ്വീകരിക്കുന്നത്. ശരി, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇമാം നബവി ഖബറിന്റെ വിഷയത്തിൽ എന്തു പറഞ്ഞു? ഫീഹി അന്ന സുന്നത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറ. ഖബർ ധാരാളമായി ഉയർത്തരുത്. വലാ യുസന്നമു
ബൽ യുർഫഉ നഹ്വ ശിബിരിൻ വയുസത്തഹ്. ഖബർ കൂർപ്പിക്കരുത്, ഒരു ചാണിനേക്കാൾ ഉയർത്തരുത്, ആ ഖബർ പരത്തണം. എന്നിട്ട് ഇമാം നബവി ശാഫിഈ മദ്ഹബിലെ തർജീഹിന്റെ മുജ്തഹിദായ ഇമാം നബവിയുടെ വാക്ക്, വഹാദാ മദ്ഹബു ശാഫിഈ, ഇതാണ് ശാഫിഈ മദ്ഹബ്. വമൻ വാഫഖഹു, ആ ഇമാം ഷാഫിയോട് യോജിച്ച, ആ മദ്ഹബിനോട് യോജിച്ചവരുടെയും അഭിപ്രായം. ഇനി പ്രിയമുള്ളവരെ, ഈ ഖബറും നേർച്ചയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഖബറും നേർച്ചയും തമ്മിൽ ബന്ധമുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഖബറും പള്ളിയും തമ്മിൽ തന്നെ ബന്ധമില്ല. മസ്ജിദുൻ നബവിയിൽ നിന്ന് 500 മീറ്റർ സഞ്ചരിച്ചാലാണെന്ന് ഖബർ. അന്ന് മയ്യത്ത് നമസ്കാരം നടന്നത് മസ്ജിദുൻ നബവിയിലല്ല, ഖബറിനരികിൽ, ഖബറിന്റെ തൊട്ടരികിൽ. അവിടെ ജനാസ നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. മസ്ജിദുൻ നബവിയിൽ നിന്ന് 1/2 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് അന്ന് ഖബർ പോലും. പിന്നീട് പള്ളി വികസിപ്പിച്ചു, ബഖീ വികസിപ്പിച്ചു. അങ്ങനെ ഇന്ന് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ മസ്ജിദുൻ നബവിയുടെ തൊട്ടരികിൽ ഖബർസ്ഥാനുണ്ട്. ഇനി ഖബറും നേർച്ചയും തമ്മിൽ ബന്ധമുണ്ടോ? ഖബറും നേർച്ചയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താ നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ പുണ്യമായ കാര്യം അത് സ്വന്തത്തിന് നിർബന്ധമാക്കലാണ്. ഒരു പുണ്യമായ ഒരു കാര്യം, ഒരു നന്മ. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്, പുണ്യമാണ്. അത് നേർച്ചയാക്കിയാൽ അതെനിക്ക് നിർബന്ധമായി, അതാണ് നേർച്ച. ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഭക്ഷണം നൽകൽ നല്ല കാര്യമാണ്. ഞാനൊരു 10 ആളുകൾക്ക് ഭക്ഷണം നൽകാം എന്ന് നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി. അങ്ങനെ പുണ്യമായ ഒരു കാര്യത്തെ സ്വന്തത്തിന് നിർബന്ധമാക്കുന്നതിനെയാണ് നേർച്ച എന്ന് പറയുക. ആ നേർച്ച ഭൗതികമായ ഒരു കാര്യം നേടാനല്ല. ഇന്ന് നേർച്ചയും ചന്ദനക്കുടങ്ങളും ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഇസ്ലാമിലെ ഏതു കാര്യങ്ങളും അത് പലപ്പോഴും ദുനിയാവിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഒരു ആരോപണമുള്ളത് കണ്ടോ, ഇവർക്ക് പിന്നെ ഖബർ സിയാറത്തില്ല, പ്രാർത്ഥനയില്ല, മരിച്ചാൽ പ്രാർത്ഥിക്കൂല. ഞങ്ങളത് കണ്ടില്ല, എത്ര നല്ല പ്രാർത്ഥനയാണ്, എത്ര നേരാണ് പ്രാർത്ഥിക്കുന്നത്. ആരാണ് സഹോദര മരിച്ചാൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? മക്കളുടെ പ്രാർത്ഥന പ്രാർത്ഥനയല്ലേ? ഭാര്യയുടെ പ്രാർത്ഥന പ്രാർത്ഥനയല്ലേ? ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു മരണവീട്ടിൽ വന്നിട്ട് ഇനി എല്ലാവരും ഒരു അൽ ഫാത്തിഹ, ഫാത്തിഹ ചൊല്ലിക്കോളിൻ, എന്നിട്ട് ഫാത്തിഹ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു കൈമടക്ക് വാങ്ങിപ്പോയ ഒരു സംഭവമുണ്ടോ? അള്ളാന്റെ റസൂൽ മരണപ്പെട്ടടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പല മരണപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊരു ചടങ്ങാക്കിയിട്ടില്ല. അത് പ്രാർത്ഥിച്ച് പണം വാങ്ങിപ്പോകുന്ന ഒരു ഏർപ്പാടില്ല. അബൂദർദായിനോട് ഒരാൾ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കുമോ? മഹാനായ ഇബ്നു ഉമറിനോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കുമോ? ഇബ്നു ഉമർ പ്രാർത്ഥിച്ചു, റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മൂപ്പർക്കണ്ട് പൂതിയായിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിക്കും. ഇബ്നു ഉമർ ചോദിക്കാണ്, ഇനി എന്താണോ നിനക്ക് കിട്ടേണ്ടത്? ഇനി നിനക്ക് എന്താണോ വേണ്ടത്? നിനക്ക് ദുനിയാവല്ലേ ചോദിച്ചത്? ആഖിറമല്ലേ ചോദിച്ചത്? നരകത്തെ തൊട്ടുള്ള മോചനമല്ലേ ചോദിച്ചത്? ഇനി എന്താണ് നിനക്ക് ലഭിക്കാനുള്ളത്? നമ്മുടെ നാട്ടിൽ ഒരു ഉസ്താദ് വന്നിട്ട് പ്രാർത്ഥിക്കാണ്, റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പ്രാർത്ഥന കഴിഞ്ഞു, പൈസ അടിക്കുന്നു പറഞ്ഞാൽ എന്താ പറയാ? അത് ശരി, ഇതിനപ്പ പൈസ, ഇതിനാണോ 500, ഇതിനാണോ 1000? ഇത് ശരിയാവൂല. നമുക്ക് എന്തു വേണം? നമുക്ക് ആദ്യം എല്ലാവരും അൽ ഫാത്തിഹ. അപ്പൊ കൂടി നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലായി, ഇവിടെ പ്രാർത്ഥന തുടങ്ങാൻ പോവാണ്, ഉസ്താദ് ഇപ്പൊ പ്രാർത്ഥന തുടങ്ങും. അപ്പൊ ദൂരെ നിൽക്കുന്നവരൊക്കെ ഒന്നിങ്ങനെ എടുത്തുക്കെത്തി. പിന്നെ ഇങ്ങനെ പ്രാർത്ഥനന്റെ നീളം,
ആ മരണപ്പെട്ട മനുഷ്യനനുസരിച്ചുകൊണ്ട് അതിന്റെ നീളം ഇങ്ങനെ കൂടും. പലജാതി മനുഷ്യന്മാരെ വിളിച്ച് അവരെ ഹദറത്തിലേക്കൊക്കെ അയക്കും. പ്രിയമുള്ളവരെ, എവിടെയാണ് ഇങ്ങനെ ഒരു ആചാരമുള്ളത്? മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കഴിക്കുന്ന, മയ്യത്തിന്റെ പേരിൽ 3ഉം 7ഉം 40ഉം നടത്തുന്ന ആചാരങ്ങൾ നമ്മുടെ സമുദായത്തിലുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പഠിപ്പിക്കുന്നു? ജഅഫർ റളിയല്ലാഹു തആല മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, ഇസ്നഉ ലി ആലി ജഅഫരി തആം. ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഒരുക്കൂ. അവര് ദുഃഖത്തിലാണ്. ഉപ്പ മരണപ്പെട്ട ദുഃഖത്തിലാണ് മക്കൾ, ഭർത്താവ് മരണപ്പെട്ട ദുഃഖത്തിലാണ് ഭാര്യ. അവര് ഭക്ഷണം ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. ആ വീട്ടിലെ കുട്ടികൾക്ക് ഭക്ഷണം നൽകണേ, ആ വീട്ടുകാർക്ക് ഭക്ഷണം നൽകണേ, അയൽക്കാരെ, കുടുംബക്കാരെ, മരണപ്പെട്ടവർക്ക് നിങ്ങൾ ഭക്ഷണം ഒരുക്കണേ. ഇതാണ് ദീൻ. നമ്മുടെ നാട്ടിലോ, പാലക്കാട് പുതുനഗരം എന്ന സ്ഥലത്ത് മരിച്ചു കഴിഞ്ഞാൽ ടീവിന്റെ മേലെ ആ തുണിയിട്ടതുപോലെ മയ്യത്ത് ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ മാറ്റി വെച്ച് മരിച്ച അന്ന് ബിരിയാണി വെക്കും. അന്ന് മരിച്ചന്ന് അവിടെ വരുന്ന, ദൂരെ വരുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം നേടി കുടുംബക്കാര്, അതല്ല ഞാൻ പറയുന്നത്. മറിച്ച് പ്രത്യേക ചടങ്ങുകളാക്കി, ആചാരങ്ങളാക്കി, പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ച് ഭക്ഷണം വിളമ്പുന്ന, ഭക്ഷണം അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ എത്ര ഗൗരവമുള്ളതാണ്. മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കഴിക്കുക. മരിച്ചോടത്തൊരു ഭക്ഷണം കഴിച്ച് കൈയെടുക്കണോർത്ത് ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഇങ്ങനെ കൈയെടുക്കുമ്പോഴാണ് ഒരു വയസ്സായ ഒരു മനുഷ്യൻ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത്. ഇവനിങ്ങനെ തട്ടിയിട്ട് പറയാണ്, അടുത്ത മുത്താണ്, അടുത്തതാണ്, കാത്തിരിക്കാൻ. ഒരു മനുഷ്യൻ മരിച്ചിട്ട് അതിന്റെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, അതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കുന്ന എത്ര നീചമായ ആചാരങ്ങളാണ് പ്രിയമുള്ളവരെ ഈ ദീനിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ സ്വലാത്ത്, അവിടെ അൽഫാത്തിഹ, കല്യാണത്തിന് അൽഫാത്തിഹ. ഇസ്ലാമിലെ കല്യാണത്തിന് 4 ആള് മതി. 4 ആളുണ്ടെങ്കിൽ കല്യാണം ശരിയാകും. ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയോ? വരൻ, വലിയ 2 സാക്ഷികൾ, ഇസ്ലാമിലെ കല്യാണം ശരിയാകും. വലിയ പറയാണ്, എന്റെ മോളെ കെട്ടിച്ചു തന്നു, കല്യാണം കഴിച്ചു തന്നു. വരൻ പറയാണ്, ഞാനത് സ്വീകരിച്ചു. 2 സാക്ഷികളുണ്ടോ ഇസ്ലാമിലെ കല്യാണം അവിടെ ശരിയാകും. അങ്ങനെ ഒരു കല്യാണം നടത്തിയാലോ മഹല്ല് അങ്ങോട്ട് പുറത്താക്കും. അത് ശരി, ഇവിടെ ഞങ്ങളെ വിളിക്കാതെ, മഹല്ലിനെ അറിയിക്കാതെ കല്യാണമോ? അൽഫാത്തിഹ ഇല്ലാതെ, പ്രാർത്ഥനയില്ലാതെ കല്യാണം ഈ മഹല്ലിൽ ഞങ്ങൾ സമ്മതിക്കൂല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വരാൻ, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലുണ്ട് പുതിയാപ്പിളമാരുടെ അവരുടെ സുഗന്ധത്തിന്റെ നിറം, ആ മഞ്ഞ നിറം, ആ വർണ്ണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വസ്ത്രത്തിൽ കാണാൻ. റസൂലുള്ളാഹി ചോദിക്കണം, അബ്ദുറഹ്മാനെ എന്തു പണിയാണ് കാണിച്ചത്? കല്യാണം കഴിഞ്ഞുലേ, കല്യാണം കഴിഞ്ഞുലേ? നബിയെ കല്യാണം കഴിഞ്ഞു. ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ അത്ര മഹർ കൊടുത്ത് ഞാൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അള്ളാന്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിയാണ് മഹല്ല് സെക്രട്ടറി, റസൂലുള്ളാഹിയാണ് മഹല്ല് പ്രസിഡന്റ്, അള്ളാന്റെ റസൂലാണ് മഹല്ല് ഖാദി. റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലോ ഒരു കല്യാണം നടന്നാൽ, കല്യാണം പോട്ടെ, കല്യാണത്തിന് പെണ്ണിന്റെ സ്വർണ്ണം എടുക്കാൻ പോകുന്നത് അമ്മായിനോട് പറയാത്തതിന് തെറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ട്. സ്വർണ്ണം എടുക്കാൻ പോകുന്നത് വലിയ അമ്മായിനോട് പറഞ്ഞില്ല. ഒരു കല്യാണത്തിന് പുതിയാപ്പിള ഇറങ്ങുന്ന നേരത്ത് ഒരു കാരണവര് പറയാണ്, അമ്മോനോട് അനുവാദം വാങ്ങാതെയാണ് പുതിയാപ്പിളന്റെ ഡ്രസ്സ് ഇട്ടത്, അതുകൊണ്ട് ഡ്രസ്സ് ഊരിയിട്ട് അനുവാദം വാങ്ങിയിട്ട് ഇനി ഡ്രസ്സ് ധരിച്ചു വരണം. പറച്ചിലിട്ട തോന്നും എന്നും അമ്മോനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഡ്രസ്സ് ഇടാൻ. എന്നിട്ട് ഈ സാധു ചെക്കൻ ഓന് ഡ്രസ്സ് മാറ്റി ഒരു ബനിയനിട്ട് ആ സരസിലൂടെ വന്ന് മൂത്തമ്മോനോട് അനുവാദം ചോദിച്ചിട്ടാണ് പുതിയാപ്പിളിന്റെ ഡ്രസ്സ് ഇടുന്നത്. കാരണവന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷെ പ്രിയമുള്ളവരെ, നിസാരമായ കാരണങ്ങളെ പേരുണ്ടാക്കി, ആചാരങ്ങൾ ഉണ്ടാക്കി, ഇത്തരം മാമൂലുകൾ ഉണ്ടാക്കി കുടുംബബന്ധം മുറിക്കുമ്പോ നമ്മൾ ആലോചിക്കണ്ടേ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കല്യാണം, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലെ മരണവീടുകൾ, അതൊന്നും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക മുടക്കുള്ള ഏർപ്പാടല്ല. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ഉപ്പ ഉഹദിൽ ഷഹീദായ സ്വഹാബിയാണ്. ഉപ്പ ഷഹീദാകുമ്പോൾ മോനോട് പറഞ്ഞു, മോനെ, ഉപ്പ ഉഹദിലേക്ക് പോവുകയാണ്, തിരിച്ചു വരുമോ എന്നറിയില്ല. 6 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെ നല്ല രൂപത്തിൽ നോക്കണം. അദ്ദേഹം ഷഹീദായി. 6 പെൺകുട്ടികളും ഉമ്മയും 7 ആള്. അദ്ദേഹം തീരുമാനിച്ചു, ഒരു വിധവയായ സ്ത്രീയെ കല്യാണം കഴിക്കാം. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരു വിധവയെ കല്യാണം കഴിച്ചു. അള്ളാന്റെ റസൂല് ജാബിറിനെ കണ്ടപ്പോ ചോദിച്ചു, ജാബിറെ, ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ, ഒരു കല്യാണൊക്കെ നോക്കണ്ട ജാബിറെ? അതാണൊരു നേതാവ്. ജാബിർ അള്ളാഹു പറഞ്ഞു, നബിയെ, കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടുണ്ട് നബിയെ. അതെന്തു പരിപാടിയാണ്? ഖാദി അറിയാതെ കല്യാണം നടക്കേ? അവിടെ അൽഫാത്തിയ വിളിച്ചിട്ടില്ലല്ലോ, അവിടെ ഞങ്ങൾ അറബിയിൽ പ്രത്യേകമായ എന്തെങ്കിലും ചൊല്ലി തന്നിട്ടില്ലല്ലോ, പിന്നെങ്ങനെ കല്യാണം സ്വഹീഹാകും? പറഞ്ഞോ? ഇല്ല. ചോദിച്ചു, ജാബിറെ, കന്യകയാണോ വിധവയാണോ? നബിയെ, വിധവയാണ്. കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? ചെറിയ പ്രായല്ലേ, ചെറുപ്പക്കാരനല്ലേ? നബിയെ, വീട്ടിൽ ചെറിയ പെങ്ങന്മാരാണ്. ആ കൂട്ടത്തിൽ ചെറിയൊരു പെൺകുട്ടി കൂടെ വീട്ടിലേക്ക് വന്നാൽ അവരെ പ്രായത്തിലുള്ള ഒരാൾ കൂടെയാകും. ഞാൻ അവർക്കൊരു ഉമ്മയെ കൂടെ, എൻ്റെ പെങ്ങന്മാർക്ക് ഒരു തണല്, അതുകൂടെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ വെച്ച് പ്രാർത്ഥിക്കാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ. ഇതാണൊരു മാതൃകാ മഹൽ, ഇതാണൊരു മാതൃകാ നേതാവ്, ഇതാണൊരു മാതൃകാ ഖാദി. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു കല്യാണത്തിൽ അങ്ങനെ ഒരു കൈമടക്ക് വാങ്ങിയോ? ഒരു പ്രത്യേകമായ അൽഫാത്തിയ നടത്തിയോ? ഒന്നുമില്ലല്ലോ. ഇനി ഏറ്റവും ഗൗരവമേറിയ വിഷയം, സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്തു വരുമ്പോ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന എന്താണ്? സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഇങ്ങനെ തുടങ്ങി പാരായണം ചെയ്തു വരുമ്പോ ഒന്നാമത്തെ ഖുർആനിലെ കൽപ്പന, യാ അയ്യുഹന്നാസ്, മനുഷ്യരേ, മനുഷ്യരേ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണേ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിക്കണേ. ഒന്നാമത്തെ കൽപ്പന അല്ലാഹനെ ആരാധിക്കണേ എന്നാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കരുതേ എന്നാണ്. ഇനി ഖുർആനിൽ ഒന്നാമത്തെ നിഷിദ്ധം എന്താണ്? ഒന്നാമതായി നമ്മൾ ഇങ്ങനെ ഓതി വരുമ്പോൾ ആദ്യമായി ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്താണ്? പ്രിയമുള്ള മുസ്ലിം സഹോദര, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, റബ്ബിന് നിങ്ങൾ പങ്കുകാരെ സ്വീകരിക്കരുതേ, ശിർക്ക് ചെയ്യരുതേ. ഒന്നാമത്തെ കൽപ്പന തൗഹീദാണ്. ഒന്നാമത്തെ വിരോധം ചെയ്യരുത് എന്ന് പറഞ്ഞത് ശിർക്കാണ്. നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? യൂനുസ് നബിയുടെ പ്രാർത്ഥനയുണ്ടല്ലോ ഖുർആനിൽ. കൂട്ടരെ, എന്തെങ്കിലും പ്രാർത്ഥനയുടെ ഒരു ലഫ്ള് അതിലുണ്ടോ? മത്സ്യത്തിന്റെ വയറ്റെന്നാ ചോദിക്കുന്നത്. മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. പടച്ചോനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞോ? പടച്ചോനെ കേസിലാക്കണേ എന്ന് പറഞ്ഞോ? ഞാൻ കുടുങ്ങി, രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് വിളിച്ചോ? ഇല്ലല്ലോ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മളെ ഭാഷയിൽ എന്താ അതിലുള്ളത്? ഒന്നുമില്ല, ഒന്നുമില്ല. അതിൽ പ്രാർത്ഥനന്റെ ഒന്നുമില്ല. ഇതിലാണുള്ളത് കൂട്ടരെ, ഇതിലാണുള്ളത്. ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ച റബ്ബേ, നീയല്ലാതെ എനിക്ക് ആരാധനകൾ അർപ്പിക്കാൻ മറ്റൊരാളില്ല. മത്സ്യത്തിന്റെ വയറ്റെന്നാ വിളിക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കണേ. യൂനുസ് നബി എവിടെ? മത്സ്യത്തിന്റെ വയറ്റിൽ. മത്സ്യം എവിടെ? കടലിന്റെ അടിത്തട്ടിൽ. കടലിന്റെ മുകളിൽ ആകാശമുണ്ട്.
വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബീഹ്. ആ ഒന്നാം ആകാശത്തെയാണ് അല്ലാഹു നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചത്. നക്ഷത്രങ്ങൾ ഒന്നാമത്തെ ആകാശത്തിലാണ്. അതിലൊരു നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വെളിച്ചെത്താൻ 9 മിനിറ്റ് കഴിയണം അല്ലേ? അത്ര ദൂരത്താണ് സൂര്യൻ. സൂര്യനിൽ നിന്ന് അടുത്ത നക്ഷത്രത്തിലേക്ക് 3-4 വർഷത്തെ പ്രകാശവർഷം സഞ്ചരിക്കണം. 2 നക്ഷത്രങ്ങൾക്ക് ഇടയിൽ അത്രമാത്രം അകലമുണ്ട്. എത്രയേറെ നക്ഷത്രങ്ങളാണ് ഒന്നാം ആകാശത്തിൽ. ആ ഒന്നാം ആകാശം കഴിഞ്ഞ് 2-ാം ആകാശം, അത് കഴിഞ്ഞ് 3-ാം ആകാശം, 7 ആകാശങ്ങൾ. 7 ആകാശത്തിന് മുകളിൽ കടലാണ്. ആ കടലിന് മുകളിലാണ് അർശ്. അതിനു മുകളിൽ റബ്ബ് സുബ്ഹാനഹു തആല. ആ റബ്ബുണ്ടല്ലോ, മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിന്റെ വിങ്ങൽ കേട്ട് ആ പ്രയാസമറിഞ്ഞ് 7-ാം ആകാശത്തിനുപരിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു റബ്ബുണ്ടാകുമ്പോൾ കൂട്ടരെ, എന്തിനാണ് സിയം? എന്തിനാണ് ജാരങ്ങൾ? എന്തിനാണ് നമുക്ക് ചരടും ഏലസും? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്തേ ആ റബ്ബിനൊരു ഗാംഭീര്യം നൽകുന്നില്ലേ? പടച്ച റബ്ബിനൊരു ഗാംഭീര്യം നൽകുന്നില്ലേ? ആ റബ്ബിനെ വിട്ടുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു സാമ്പത്തിക ചെലവ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇൻഷാ അല്ലാഹ് കണ്ടെത്തേണ്ടതുണ്ട്. കഴിയുന്ന രൂപത്തിൽ ഇത്തരം നന്മകൾക്ക് വേണ്ടി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ആ റബ്ബിനെ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിഎം ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ്. ലോകം നിയന്ത്രിക്കുന്നത് സിഎം, ഒരു പഞ്ചായത്തല്ല, ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു ജില്ല ഒന്നുമല്ല. ഒരു ലോകം നിയന്ത്രിക്കുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഫാസിസം വരുന്നു എന്ന് കരുതിയിട്ട് ഈ തനിച്ച കുഫറിനെതിരെ മിണ്ടാതിരിക്കണോ? ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എത്രയോ മനുഷ്യരുടെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന ഗൗരവമേറിയ വാദങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, എന്റെ നിയന്ത്രണം എന്നെ ഏൽപ്പിക്കല്ലേ. ഒരു കണ്ണിമ വെട്ടുന്ന നേരം അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതാണ്. ഒരു കണ്ണിമ വെട്ടുന്ന നേരം എന്റെ നിയന്ത്രണം എന്നെ ഏൽപ്പിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ. നമ്മളോ ലോകത്തിന്റെ നിയന്ത്രണം സിഎം. റസൂലുള്ളാഹി പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞു, പഠിപ്പിച്ചു, പഠിക്കാൻ പറഞ്ഞു, മുസ്ലിം ഉമ്മത്ത് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് കൂട്ടരെ ഇത് വ്യാഖ്യാനിക്കാൻ കഴിയുക? നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലുണ്ടോ? പല ആളുകളും നരച്ചില്ലേ? ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ നരക്കാൻ? ആദ്യമൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് നോക്കി, പല ജാതി പരിപാടി ചെയ്തു നോക്കി, അവസാനം മനസ്സിലായി അതുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മളെ കയ്യിലല്ല. എന്തെങ്കിലും നിയന്ത്രണം നമ്മളെ കയ്യിൽ, നമ്മളെ പള്ളന്റെ നിയന്ത്രണം ഉണ്ടോ? ഇത് ചാടിയിട്ട് ഇത് കുറക്കാൻ വേണ്ടി എന്തെല്ലാം പണിയെടുത്ത് നോക്കി. LCHF നോക്കി, രാവിലെ ഓടാൻ നോക്കി, കുറെ ചപ്പാത്തിയാക്കി. നമ്മളെ കയ്യിലുണ്ടോ നിയന്ത്രണം? ഇല്ലല്ലോ കൂട്ടരെ. നമ്മളെ കണ്ണിന്റെ നിയന്ത്രണം ഉണ്ടോ? കാഴ്ച പോകൂലല്ലോ, കണ്ണട വെച്ച മനുഷ്യരില്ലേ? ഒരു നിയന്ത്രണവും നമ്മുടെ കയ്യിലില്ല. സിഎം മടവൂരിന്റെ നിയന്ത്രണം ഉണ്ടോ? സിഎം മടവൂരിന് നരബാധിച്ചിട്ടുണ്ട്. സിഎം സ്മരണികയിൽ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രമേഹായിരുന്നു, ഷുഗറായിരുന്നു, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവസാന കാലത്ത് ആളുകൾ വരുമ്പോൾ സലാം പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കും. കാരണം മനസ്സിലാകുന്നില്ല. എന്തേ കാരണം? കണ്ണിന്റെ നിയന്ത്രണം സ്വന്തം കയ്യിലല്ല. ഡോക്ടർ വന്നു, ചികിത്സിച്ചു. ആരെ? ലോകം നിയന്ത്രിക്കുന്ന സിഎമ്മിനെ.
ഇനിയോ പ്രിയമുള്ളവരെ, മരിച്ചു കഴിഞ്ഞപ്പോ പവർ കൂടാൻ. മരിച്ചു കഴിഞ്ഞപ്പോ ജീവിച്ചിരിക്കുമ്പോ താടിയുടെ നിയന്ത്രണമില്ല, കാഴ്ചയുടെ നിയന്ത്രണമില്ല. മരിച്ചതോടുകൂടെ പവർ കൂടി. ഇവരുടെ ചില വലിയ ശൈഖന്മാര് മരണപ്പെട്ടാൽ പത്രത്തിൽ വരും, സുപ്രഭാതത്തില് സിറാജിലൊക്കെ ഉണ്ടാകും, തീരാ നഷ്ടം. അതെങ്ങനെ നഷ്ടാവല്? ലാഭല്ലേ? മരിച്ചാൽ പവർ കൂടുമെങ്കിൽ ഇത് നഷ്ടല്ലല്ലോ, ലാഭല്ലേ? വലിയ ലാഭം എന്നല്ല ശരിക്ക് വരേണ്ടത് ഹെഡിങ്. ഇന്ന ഷെയ്ഖ് മരണപ്പെട്ടു, വലിയ ലാഭം, കാരണം പവർ കൂടി. ഇനി എല്ലാരെയും നിയന്ത്രിക്കാൻ, എല്ലാ ഭാഗത്തുനിന്ന് കേൾക്കാൻ കഴിയും എന്നല്ലേ പറയേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ, ആ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്. എന്താ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ജീവിതം? ഷെയ്ഖിനെ യാ ഷെയ്ഖ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്ന മുമ്പ് സഹോദര, ആ ഷെയ്ഖിന്റെ ജീവിതം ഒന്ന് പഠിക്കൂ. പഠിക്കുന്ന കാലത്ത് പട്ടിണിയാണ്, വിശപ്പാണ്, പ്രയാസാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ചിലപ്പോ ആ മജ്ലിസിൽ ആളുകളില്ലാത്ത സമയത്ത് അദ്ദേഹം കിടന്നുരുളും. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ചരിത്രത്തിലുള്ളതാണ്. നിന്നിട്ടും ഇരുന്നിട്ടും വിശപ്പ് മാറുന്നില്ല, അപ്പൊ കിടന്നുരുളും, കുറച്ചൊരു ആശ്വാസം കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ അദ്ദേഹം ഒരു പുല്ല് കാണുന്നത്. പുല്ലിന് നല്ല മധുരണ്ട്. അങ്ങനെ അദ്ദേഹം അസർ കഴിഞ്ഞ്, ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം അസറിന് ശേഷം അവിടെ ചെന്ന് ആ മധുരമുള്ള പുല്ല് കഴിക്കും. ആ പുല്ല് കഴിച്ചുകൊണ്ടാണ് വിശപ്പ് മാറ്റുന്നത്. ഒരു ദിവസം ചെന്ന് നോക്കുമ്പോ തന്റെ കൂട്ടുകാർ ആ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവരാ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹയാ ഉള്ള, ലജ്ജയുള്ള മനുഷ്യനാണ് അദ്ദേഹം. അതോടുകൂടെ കുട്ടികൾ അതറിഞ്ഞല്ലോ, ഇനി ഞാൻ പുല്ലാണ് കഴിക്കുന്നത് എന്ന് മറ്റുള്ളവരറിഞ്ഞാൽ പ്രയാസമാകുമെന്ന് കരുതി അത് നിർത്തി. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ചരിത്രത്തിലുണ്ട്, വിശന്ന് ബഗ്ദാദിലെ പള്ളിയിലിരിക്കാൻ. ആ സമയത്താണ് ഒരാൾ ആ പള്ളിയിൽ ഇരുന്നിട്ടൊരു റൊട്ടി കഴിക്കാൻ. ഒരു മനുഷ്യൻ ആ പള്ളിയിൽ ഇരുന്നൊരു വയോധികനായ ഒരു വ്യക്തി റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കാൻ. കുട്ടിയുടെ മുഖം കണ്ടപ്പോ മനസ്സിലായി നല്ല വിശപ്പുണ്ട്, പ്രയാസമുണ്ട്. അയാൾ വിളിച്ചു, മോനെ വാ റൊട്ടി കഴിക്കാം. മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു, വേണ്ട, ഇന്നുവരെ ഒരാളുടെ ഔദാര്യവും പറ്റിയിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഔദാര്യം പറ്റിയിട്ടില്ല, എനിക്ക് വേണ്ട, വിശപ്പ് സഹിച്ചിരുന്നു. അയാൾ വിളിച്ചു, നീ എന്റെ അതിഥിയാണ്, വാ വന്ന് കഴിക്ക്. അതിശക്തമായ വിശപ്പുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖ് ചെന്നു ആ വൃദ്ധന്റെ അരികിലിരുന്നു. ആ വൃദ്ധൻ ചോദിച്ചു, ജീലാനിൽ നിന്ന് വന്ന അബ്ദുൽ ഖാദറിനെ അറിയുമോ? ഇവിടെ ബഗ്ദാദിൽ ജീലാനിൽ നിന്ന് വന്ന അബ്ദുൽ ഖാദറിനെ നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് അബ്ദുൽ ഖാദർ, ഞാനാണ് അബ്ദുൽ ഖാദിർ. ഈ വൃദ്ധൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീലാനുകാരനാണ്, ഞാൻ ജീലാനിൽ നിന്ന് വരികയാണ്, ബഗ്ദാദിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ നിങ്ങളുടെ ഉമ്മ കുറച്ചു പണം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ. മോന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കുറച്ചു പണം നിങ്ങളുടെ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു, എന്റെ കയ്യിലുള്ള പണമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങളുടെ പണം കൊണ്ട് ഒരു റൊട്ടി വാങ്ങി. തിരിച്ചു നാട്ടിലേക്ക് ചെന്ന് ഉമ്മയുടെ കടം വീട്ടാം എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ കണ്ടത്. നിങ്ങൾ എന്റെ അതിഥിയല്ല, ഞാൻ നിങ്ങളുടെ അതിഥിയാണ്. ഞാൻ കഴിക്കുന്ന റൊട്ടി നിങ്ങളുടെ പണം കൊണ്ടുള്ളതാണ്. അബ്ദുൽ ഖാദർ ജീലാനി പറയാണ്, അല്ലാഹു എന്നെ രക്ഷിച്ചു. ദുനിയാവിൽ ഒരാളുടെയും ഔദാര്യം പറ്റാതെ ജീവിക്കാൻ റബ്ബെന്നെ സഹായിച്ചു. ദുനിയാവിൽ ഒരാളുടെ ഔദാര്യം പറ്റാതെ ജീവിച്ച മനുഷ്യൻ. ആ അബ്ദുൽ ഖാദർ ജീലാനിയോടാണ് സ്വർഗം ചോദിക്കുന്നത്, ആഖിറം ചോദിക്കുന്നത്. പള്ളിയിൽ ലൈറ്റ് അണച്ച് 1000 തവണ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ആ പള്ളിയുടെ മിഹ്റാബിൽ നോക്കൂ, അവിടെ എഴുതി വച്ചിട്ടുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ
തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അവിടെ അല്ലാഹു അല്ലാത്ത ഒരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ. ആ പള്ളിയിൽ ലൈറ്റ് അണച്ച് യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന മുസ്ലിം സഹോദരാ, പരലോകം നഷ്ടപ്പെടും. ഇത് നിസാരമായ കാര്യമല്ല. ഇനി പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴുള്ള ആരോപണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ബിദഅത്തുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രമാണമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്താണത്? ഒന്ന്, നിങ്ങൾ ഖുതുബ മലയാളത്തിൽ പറയുന്നു. മലയാളത്തിലാണ് ഖുതുബ. ഞങ്ങളോ മാലിക് ഇബ്നു ദീനാറും കൂട്ടരും അവര് വന്നതു മുതൽ അറബിയിലാണ് കേരളത്തിലെ ഖുതുബ. ശരി, കേരളത്തിൽ എന്നാണ് അറബിയിൽ ഖുതുബ വന്നത്? 1947 മാർച്ച് മാസത്തിൽ സമസ്ത പാസാക്കിയ മീഞ്ചന്ത പ്രമേയത്തിലൂടെയാണ് ഖുതുബയുടെ ഭാഷ അറബിയാക്കുന്നത്. മമ്പുറം തങ്ങളും മകൻ ഫസൽ പൂക്കോയ തങ്ങളും മമ്പുറം പള്ളിയിൽ മലയാളത്തിൽ ഖുതുബ നിർവഹിച്ചിട്ടുണ്ട്. മാലിക് ഇബ്നു ദീനാറും കൂട്ടരും കാലം മുതൽ ഇങ്ങോട്ട് അറബി അല്ല. 1947 ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബ നമ്മുടെ നാട്ടിൽ പള്ളിയിൽ നടക്കുന്നത് പോലെ മിസ്രിലുള്ള ഒരു വ്യക്തി എഴുതിയ ഖുതുബ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയ ഒരു ഖുതുബ അതിങ്ങനെ നോക്കി വായിക്കലായിരുന്നോ? ആണോ? റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം 2 വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുതുബ നടത്തിയില്ലേ? 10 വർഷം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുതുബ നടത്തിയില്ലേ? 5 വർഷം അലി റളിയല്ലാഹു തആല അൻഹു, 12 വർഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അവരാരെങ്കിലും റസൂലുള്ളാഹിയുടെ ഖുതുബകൾ ക്രോഡീകരിച്ച് ഒരു കിതാബാക്കി അത് വായിക്കലായിരുന്നോ? എങ്ങനെയായിരുന്നു ഖുതുബ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ, റസൂലുള്ളാഹി ഖുതുബ നിർവഹിച്ചാൽ ഇഹ്മറത് ഐനാ, കണ്ണുകൾ ചുവക്കും. വഅലാ സൗതുഹു, റസൂലുള്ളാഹിയുടെ ശബ്ദമുയരും. ഇസ്തദ്ദ ഗളബുഹു, റസൂലുള്ളാഹിക്ക് ദേഷ്യമുണ്ടാകേണ്ട ഇടങ്ങളിൽ ദേഷ്യമുണ്ടാകും. ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സേനാ നായകൻ തന്റെ സൈന്യത്തിന് താക്കീത് നൽകുന്നത് പോലെ. ഒരു സേനാനായകൻ എങ്ങനെയാണ് സൈന്യത്തിന് താക്കീത് നൽകുക? അങ്ങനെയാണ് ഖുതുബ. ആ ഖുതുബ കേട്ട് മാറ്റങ്ങൾ ഉണ്ടായി. ഖുതുബ തിരിഞ്ഞു സ്വഹാബത്തിന്, ഖുതുബ മനസ്സിലായി സ്വഹാബത്തിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി ജാഅ റജുലുൻ, ഒരാൾ വന്നു പള്ളിയിലേക്ക് വരാൻ. അല്ലാഹുവിന്റെ റസൂല് ഖുതുബ നിർവഹിക്കുന്നു. ഫഖാൽ അസല്ലൈത യാ ഫുലാൻ, നബി ചോദിക്കാണ് അസല്ലൈത യാ ഫുലാൻ, ഓ മനുഷ്യ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോ? നമ്മളെ പള്ളിയിൽ ഒരാൾ ഇങ്ങനെ കയറി വരാണ്, അറബി ഖുതുബ നടത്തുന്ന പള്ളിയിൽ. അയാൾ സുന്നത്ത് നിസ്കരിക്കാതിരുന്നു. ഖത്തീബ് ചോദിക്കാണ് അസല്ലൈത യാ ഫുലാൻ, എന്താ അവസ്ഥ? എന്ത് ഫുലാൻ? ഒരു ഫാന് നോക്കും, ഫാൻ എന്തോ പറ്റിയോന്ന്. ഒരു ഫുലാൻ ഉണ്ടാവൂല, ഒന്നും മനസ്സിലാകൂല. അള്ളാന്റെ റസൂല് ചോദിക്കാണ് നിസ്കരിച്ചോ? സ്വഹാബി പറഞ്ഞു ലാ ഖും ഫർക, നിസ്കരിക്ക്, നമസ്കരിച്ചു കൊണ്ടിരിക്ക്. സാന്ദർഭികമായിരുന്നു. പട്ടിണിയുള്ള പ്രയാസമുള്ള പട്ടിണിപ്പാവങ്ങളായ ആളുകൾ പള്ളിയിലേക്ക് വന്നപ്പോൾ ഖുതുബന്റെ വിഷയം മാറി. സ്വതക്കയെ പറ്റിയായി ഖുതുബ. ആ ഖുതുബ കഴിഞ്ഞപ്പോ സ്വഹാബത്ത് അവരുടെ കൈകളിലുള്ളത് പള്ളിയിൽ സ്വതക്ക നൽകി. 2 വസ്ത്രമുള്ളവർ 1 വസ്ത്രം സ്വതക്ക നൽകി. പരിവർത്തനങ്ങളുണ്ടായി, മാറ്റങ്ങളുണ്ടായി. ഇനി ഷാഫി മദ്ഹബ് എന്തു പറയുന്നു? ഇമാം ഷാഫി ഖുതുബയുടെ വിഷയത്തിൽ പറയുകയാണ് ഇന്നമാ കാനത്തിൽ ഖുതുബത്തു തദ്കീറൻ, തീർച്ചയായും ഖുതുബ ഉത്ബോധനമാണ്. ഉത്ബോധനം മനസ്സിലാകണം. എന്താണ് ഉത്ബോധനം? 10 കൊല്ലം 20 കൊല്ലം അറബിയിൽ ഖുതുബ കേട്ടവരെ നമ്മൾ അമലാക്കിയ ഒരു അമൽ എന്താണ്?
ഈ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കൂ, മലയാള ഖുതുബ കേട്ട ആളുകളോട് ചോദിക്കൂ, ഈ ഉത്ബോധനങ്ങളിൽ നിന്ന് എന്ത് കിട്ടി? ചില ആളുകൾ പറയും, ഈ വെള്ളിയാഴ്ച ശഅബാനായിരുന്നു വിഷയം, ഈ വെള്ളിയാഴ്ച ശഅബാനാണ് വിഷയം, അതുകൊണ്ട് റസൂലുള്ളാഹി ധാരാളം സുന്നത്ത് നോമ്പ് നോറ്റിട്ടുണ്ട്, ശഅബാൻ ജനങ്ങൾ ഗഫലത്തിലാകുന്ന മാസമാണ് എന്ന് ഖുതുബയിൽ ഉസ്താദ് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ശഅബാനിൽ അമലുകൾ ഉയർത്തുന്ന മാസമാണ് ഇന്ന് ഖുതുബയിൽ ഞങ്ങൾ കേട്ടു, മനസ്സിലാക്കി. അറബിയിൽ പോയവരോ എന്തുത്ബോധനം കിട്ടി? ചില പള്ളിയിൽ എഴുതിയിട്ടുണ്ട്, ഖുതുബ നടക്കുമ്പോൾ സിനിമാ കഥ പറയരുത്. എന്തുകൊണ്ട്? ഉത്ബോധനത്തിന്റെ ഊക്കൊണ്ടാണ്. അത് തിരിഞ്ഞിട്ട് കഥ പറഞ്ഞിരിക്കുന്ന, മുകളിലത്തെ പള്ളിയിൽ കഥ പറഞ്ഞിരിക്കുന്ന, അവസാനം ആ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഓടിക്കേറുന്ന എത്ര മനുഷ്യരുണ്ട്. മഹാനായ ഇമാം നബവി പറയുകയാണ്, വമഖ്സൂദുൽ ഖുതുബത്തി അൽ വഅൽ, ഖുതുബയുടെ ലക്ഷ്യം എന്നുള്ളത് വഅലാണ്, ഉപദേശമാണ്. അപ്പൊ പറയും, ഞങ്ങളിതാ മിമ്പറിന്റെ താഴെ ഉപദേശം നൽകുന്നുണ്ട്. ശരി, ഖുതുബയുടെ മുമ്പ് മലയാളത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഖുതുബ നടത്തിയോ? ഒരു തറപ്രസംഗം മലയാളത്തിൽ റസൂലുള്ളാഹി നടത്തിയോ? അതിനെന്താ തെളിവ്? അതും വേണല്ലോ. മലയാളത്തിൽ അങ്ങനെ ഒരു ഉപദേശം നടത്താമെങ്കിൽ കൂട്ടരെ, അതിനെന്താണ് തെളിവ്? അതെന്തുകൊണ്ടാണ്? ഖുതുബ ഉപകാരപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ മലയാളത്തിൽ ഒരു ഉപദേശം കൊടുക്കൽ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രമാണത്തിലേക്ക് മടങ്ങണം. ഇന്ന് നടത്തുന്ന പല ആചാരങ്ങൾക്കും പ്രമാണങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല. പലരും കരുതിയത് ഇങ്ങനെ കാക്കകാരണവന്മാരായി തുടങ്ങിയ പരിപാടിയാണ്. നമ്മളെന്തിനാണ് അത് നോക്കുന്നത്? ഒരു കാക്കകാരണവന്മാരും ഇല്ല. എത്ര കാലുണ്ട്? മുട്ടിപ്പടി സ്വലാത്ത് എത്ര കാലത്തെ പഴക്കമുണ്ട്? മുഹിയുദ്ദീൻ മാല, ആദ്യത്തെ മാല മുഹിയുദ്ദീൻ മാലയാണ്. 400 കൊല്ലത്തിന്റെ പാരമ്പര്യമേ ഉള്ളൂ. 400 കൊല്ലത്തിന്റെ മുന്നേ അറിയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് അറിയില്ല, സ്വഹാബത്തിന് അറിയില്ല, താബികൾക്ക് അറിയില്ല, തബഉ താബികൾക്ക് അറിയില്ല. അപ്പൊ ചോദിക്കും, മൗലവി മുഹിയുദ്ദീൻ ശൈഖ് മരിച്ചാലല്ലേ മുഹിയുദ്ദീൻ മാല ഉണ്ടാക്കാൻ പറ്റുള്ളൂ? എന്തൊരു വട്ടത്തരാണ് നിങ്ങൾ പറയുന്നത്? ശരി, അങ്ങനെയാണെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറിയപ്പോൾ അവിടെ മുഹിയുദ്ദീൻ ശൈഖ് ഉണ്ട്, മുഹിയുദ്ദീൻ മാല. മുഹിയുദ്ദീൻ ശൈഖ് ജനിക്കണ മുന്നേ മുഹിയുദ്ദീൻ ശൈഖ് ഉണ്ടല്ലോ. അതാണല്ലോ വാദം. നൂഹ് നബിയുടെ കൂടെ കപ്പലിൽ മുഹിയുദ്ദീൻ ശൈഖ് ഉണ്ട് എന്നാണ് നിങ്ങളുടെ അസ്ല്, അതാണ് അഖീദ. മുഹിയുദ്ദീൻ ശൈഖ് ജനിക്കുന്നതിന് മുന്നേ അറിയാം. ശരി, ഖുതുബിയ്യത്ത് 300 കൊല്ലത്തിന്റെ പാരമ്പര്യം, ബുർദ 800 കൊല്ലം, ഇതൊക്കെ വലിയ ഷറഫാക്കപ്പെട്ടതാണ്. ബുർദ വെറുതെയാണ് കൂട്ടരെ, അതുകൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല. ഒരു ഇമാമിങ്ങൾക്കും പരിചയമില്ല, ഒരു സലഫുകൾക്കും. സച്ചരിതരായ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് ഖർനി, എന്റെ തലമുറയാണെന്ന് പഠിപ്പിച്ച ആ സ്വഹാബത്തിനോ താബികൾക്കോ പരിചയമില്ല. നാരിയത്ത് സ്വലാത്ത് 600 കൊല്ലത്തിന്റെ പാരമ്പര്യം. മജ്ലിസുന്നൂർ ഇപ്പൊ വലിയ ഷറഫാക്കപ്പെട്ട് കൊണ്ടു നടക്കുന്ന സാധനം. സമസ്തയുടെ സ്ഥാപക നേതാക്കൾക്ക് പരിചയമുണ്ടോ? വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് പരിചയമുണ്ടോ? മാലിക് ഇബ്നു ദീനാർ പോകട്ടെ, സ്വഹാബത്ത് പോകട്ടെ, താബികൾ പോകട്ടെ, 100 തലമുറ പോകട്ടെ, വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക്, ഇ കെ അബൂബക്കർ മുസ്ലിയാർക്ക്, അവർക്ക് പോലും പരിചയമില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് പലപ്പോഴും ദീൻ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തോടുകൂടെ നാം നോക്കിക്കാണേണ്ടതുണ്ട്. ഇത് നിസ്സാരമായ വിഷയമല്ല. നമ്മൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. പ്രമാണം പറഞ്ഞ രൂപത്തിൽ ജീവിക്കാൻ പ്രിയമുള്ളവരെ ഒരു പ്രയാസവും നമുക്കില്ല. ഈ ദീൻ ലളിതമാണ്. ഈ ദീൻ വളരെ എളുപ്പമുള്ളതാണ്. നാളെ ആഖിറത്തിൽ കൂട്ടരെ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന് പറയാൻ കഴിയില്ല.
എത്ര ലളിതമായിട്ടാണ് ഇസ്ലാം ആ ആദർശം നമ്മളെ പഠിപ്പിച്ചത്. എത്ര ലളിതമായിട്ടാണ് പഠിപ്പിച്ചത്. ഖുൽ, നബിയേ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഇതിലേത് ലഫ്ളാണ് മുസ്ലിം സമുദായത്തിന് അർത്ഥമറിയാത്തത്? ഖുൽ, നമുക്ക് അർത്ഥമറിയില്ലേ? പറയുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. അദ്ഉ, ദഅ, യദ്ഉ, ദുആ അറിയില്ലേ നമുക്ക്? പിന്നെ എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് എന്ത് ന്യായം പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ കഴിയുക? ഖബർ പോയിട്ട് പാലക്കാട് കല്ലിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന നാട്ടുകല്ലിൽ കല്ലിനോട് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു കല്ലാണ് അവിടെ ഉള്ളത്, ഖബർ പോലും ഇല്ല. കല്ലിങ്ങനെ വളരാൻ തുടങ്ങിയെന്നാണ്. അപ്പൊ മമ്പർത്ത തങ്ങൾ ഒരു വടി കൊണ്ട് അടിച്ചിട്ട് പറഞ്ഞു, വളരണ്ട, ആ കല്ല് താഴെ വീണു. ആ കല്ലിന്റെ അരികിൽ ചെന്ന ആളുകൾ ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ന്യായവും പരലോകത്ത് പറയാൻ കഴിയില്ല. ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല. മുഹിയദ്ദീൻ ശൈഖിനെ വിളിക്കുന്നവരെ, ബദരീങ്ങളെ വിളിക്കുന്നവരെ, മമ്പുറത്തു പോകുന്നവരെ, നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചാൽ അവർ ആ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബൂ ലക്കും, ഇനി കേൾക്കുമെന്നു സമ്മതിച്ചാൽ തന്നെയും അവർ ഉത്തരം നൽകുകയില്ല. പ്രിയമുള്ളവരെ, പിന്നെ എന്തിനാണ് ആ ശിർക്കിലേക്ക് നമ്മൾ പോകുന്നത്? ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ് മുസ്ലിം സമുദായത്തിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി വിഷയങ്ങൾ പഠിച്ച് പ്രമാണങ്ങൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ശഅബാനിൽ അനാചാരങ്ങൾ കൊണ്ടുവരാനിരിക്കുകയാണ്. ശഅബാൻ 15 പ്രത്യേകമായൊരു നോമ്പ്, ശഅബാൻ 15 1000 സൂറത്തുൽ ഇഖ്ലാസ്, ശഅബാൻ 15 സൂറത്തുൽ യാസീൻ, ഒരു 6 റക്അത്തുള്ള നിസ്കാരം. ഇത് ഓരോന്നും നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. പണ്ടൊരാളെ തേങ്ങ മോഷ്ടിച്ചിട്ട് കോടതിയിൽ കൊണ്ടുവന്നു. അപ്പൊ ജഡ്ജ് പിന്നെ വിചാരണ ആരംഭിച്ചപ്പോ ജഡ്ജിനോട് ഇയാൾ ചോദിക്കാണ്, തെങ്ങിൽ കയറൽ തെറ്റാണോ? ജഡ്ജി പറഞ്ഞു, അല്ല. കയറിയാൽ മുകളിലെത്തൽ തെറ്റാണോ? അല്ല. മുകളിലെത്തിയാൽ തേങ്ങ കാണൽ തെറ്റാണോ? അതുമല്ല. കണ്ട തേങ്ങ തിരിക്കൽ തെറ്റാണോ? അതുമല്ല. തിരിച്ചാൽ അത് താഴെ വീഴൽ തെറ്റാണോ? അതുമല്ല. താഴെ വീണത് എടുക്കൽ തെറ്റാണോ? അതുമല്ല. പിന്നെ എന്താണ് സാർ ഞാൻ ചെയ്ത തെറ്റ്? ജഡ്ജി പറഞ്ഞു, കയറിയത് എൻ്റെ തെങ്ങിലല്ല, അതാണ് എൻ്റെ തെറ്റ്, വേറൊരു പ്രശ്നവുമില്ല. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് തെറ്റാണോ? ആയത്തുൽ കുർസി തെറ്റാണോ? നിസ്കാരം തെറ്റാണോ? നോമ്പ് തെറ്റാണോ? ഇതൊന്നും തെറ്റല്ല കൂട്ടരെ. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സമയങ്ങളിൽ ആ പഠിപ്പിച്ച രൂപത്തിലാണ് ചെയ്യേണ്ടത്. മയ്യത്ത് നിസ്കാരത്തിന് എന്തേ ബാങ്ക് കൊടുക്കാത്തത്? ബാങ്ക് നല്ലതല്ലേ? പെരുന്നാൾ നിസ്കാരത്തിന് എന്തേ ബാങ്ക് കൊടുക്കാത്തത്? ബാങ്ക് നല്ലതല്ലേ? സുബഹി ഒരുത്തന് തോന്നാണ്, ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് ഈ തണുപ്പത്ത് എഴുന്നേറ്റ് വന്നിട്ട് വെറും 2 റക്അത്ത്, അസറും വേറും വലിയ കുഴപ്പമില്ല, അത് 4 റക്അത്ത്, നാളെ മുതൽ സുബഹിയും ഞാൻ 4 ആക്കാൻ. എന്നിട്ട് ഓന് 2 റക്അത്ത് കൂടെ തുടങ്ങി, അതിൽ ഫാത്തിയും സൂറത്തൊക്കെ തന്നെയാണ് ഉള്ളത്. ശരിയാകുമോ? ഫാത്തിയ നല്ലതല്ലേ? റുക്കൂ നല്ലതല്ലേ? സുജൂദ് നല്ലതല്ലേ? ഇത് അല്ലാഹുവിന്റെ ദീനാണ് കൂട്ടരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് നന്മ. നമുക്ക് പുതിയ പ്രതിഫലം നിശ്ചയിച്ച് നമുക്കങ്ങനെ പുതിയൊരാചാരം കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരാ, ഇതാരെയും പ്രയാസപ്പെടുത്താനല്ല, ഇതാരെയും വിഷമിപ്പിക്കാനല്ല, ഇത് അവനവന്റെ ആഖിറത്തിന്റെ വിഷയമാണ്. പരലോകം നഷ്ടപ്പെടും.
എന്തിനാണ് ഈ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് മുജാഹിദുകൾ ഓരോ കവലകളിലും തൗഹീദ് പറയുന്നത്? ഇത് നസീഹത്ത് കൊണ്ടാണ്. ഒരു മനുഷ്യന്റെ സ്വർഗം നഷ്ടപ്പെടരുത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അബൂദർ, താങ്കൾ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതില്ല. താങ്കൾ താങ്കളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകൂ. പോകുന്ന സമയത്താണ് കഅബയുടെ അരികിൽ ശിർക്ക് കാണുന്നത്. പോകുന്ന സമയത്താണ് കഅബയുടെ അരികിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കാണുന്നത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടെ ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, തൗഹീദ് പറയുന്നു. അടിയേറ്റ് താഴെ വീണു. ബോധം വന്നു, വീണ്ടും തല്ലി. വീണ്ടും ബോധം നഷ്ടപ്പെട്ടു. ബോധം വന്നപ്പോൾ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. മൂന്നാമത്തെ തവണയും അടിയേറ്റുവാങ്ങുമ്പോ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചേർത്തു പിടിച്ചുകൊണ്ട് മക്കക്കാരോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ മക്കക്കാരെ, സിറിയയിലേക്ക് നമുക്ക് കച്ചവടത്തിന് പോകേണ്ടതല്ലേ? സിറിയയിലേക്ക് നമുക്ക് കച്ചവടത്തിന് പോകേണ്ടതല്ലേ? അദ്ദേഹം ഗോത്രത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഗോത്രത്തിനരികിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ട് നമുക്ക് സിറിയയിലേക്ക് പോകാൻ കഴിയുമോ? അപ്പോഴാണ് വിട്ടത്. നബിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, നബിയെ, ശിർക്ക് കണ്ടപ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല നബിയേ. പ്രിയമുള്ളവരെ, ശിർക്ക് വന്നാൽ ആഖിറം നഷ്ടപ്പെടും, പരലോകം നഷ്ടപ്പെടും. മൻ അല്ലക തമീമ ഫഖദ് അശ്റക. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. ഏലസ് കെട്ടിയാൽ ശിർക്ക് ചെയ്തു. ഉരേലസും ഒരു ചരടും മുസ്ലിം ഉമ്മത്തെ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തീരുമാനിച്ച ഒരു തീരുമാനത്തെ തടുക്കാൻ ഒരു ചരടിന് കഴിയില്ല, ഉരേലസിന് കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. റബ്ബേ, നീ നൽകിയതിനെ തടുക്കാൻ ഒന്നുകൊണ്ടും കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിം സഹോദര, എങ്ങനെയാണ് റബ്ബ് നൽകിയ രോഗത്തെ ഒരു ചരട് കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുക? സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിന് അപസ്മാര രോഗമാണ്. നിറം മാറിക്കൊണ്ടേയിരിക്കാൻ ഭാര്യയുടെ ഉമ്മ വന്ന് ഒരു ചരട് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, മോനെ, ഈ ചരടൊന്ന് കെട്ടണേ, ഞങ്ങൾക്കുറപ്പാണ്, ഉസ്താദ് തന്ന ചരടാണ്, ആ ചരട് കെട്ടിയാൽ എന്റെ കുട്ടിന്റെ രോഗം മാറും, പ്രയാസം മാറും എന്ന് പറയുമ്പോ ആ സഹോദരൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമ്മ, ഈ ചരട് കെട്ടാതെ എന്റെ കുട്ടി മരണപ്പെട്ടാൽ എന്റെ മകൻ സ്വർഗത്തിലാണ്. എന്നാൽ ഉമ്മ, അള്ളാഹു എന്റെ കുഞ്ഞിന് നൽകിയ രോഗത്തെ, റബ്ബന്റെ മകന് നൽകിയ രോഗത്തെ, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് റബ്ബു തീരുമാനിച്ചൊരു തീരുമാനത്തെ ഒരു 10 രൂപയുടെ ചരട് കൊണ്ട് അതിനെ തടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ ഞാൻ മരിച്ചാൽ ഉമ്മ, എന്റെ പരലോകം നഷ്ടമാണ്. സഹോദര, ഇത് മനസ്സിലാക്കണേ. നമുക്ക് അങ്ങനെ വ്യക്തമായ ആ നിലപാടുകളുമായി, തൗഹീദിന്റെ നിലപാടുകളുമായി, പ്രമാണങ്ങളോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏത് നിമിഷത്തിലും തീരുന്നതാണ് നമ്മുടെ ജീവിതം. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് കാത്തു നിൽക്കുന്ന സമയത്ത് തൃശ്ശൂർ ടീൻ സ്പേസിന് വേണ്ടി പോകാൻ നിൽക്കാൻ ട്രെയിന് വന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് പതുക്കെ അതിങ്ങനെ നീങ്ങിത്തുടങ്ങുന്നു. ഒരു ചെറുപ്പക്കാരൻ ആ ട്രെയിനിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ അയാൾ ആ ട്രാക്കിൽ വീണു. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ഒരല്പസമയം കഴിഞ്ഞ് ചില ഉദ്യോഗസ്ഥർ വന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന്, ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് ചിന്നിച്ചിതറിയ മനുഷ്യന്റെ മാംസങ്ങൾ അതൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ചേർത്തു വെച്ച് ഒരു തുണി കൊണ്ട് കെട്ടി ഒരു മരച്ചുവട്ടിൽ അവർ കൊണ്ടുവച്ചു. ചില സ്ത്രീകൾ വന്ന് അവർ വെള്ളമൊടിച്ച് പ്ലാറ്റ്ഫോം അടിച്ചു വൃത്തിയാക്കി അത് ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഒരാൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ അങ്ങനെ ഒരു അപകടം നടന്ന ഒരു സൂചനയുമില്ല. ആളുകൾ വേഗത്തിൽ അവരുടെ കാര്യങ്ങളുമായി ഓടിക്കൊണ്ടിരിക്കുന്നു. കച്ചവടക്കാർ അവര് കച്ചവടത്തിന്റെ തിരക്കിലാണ്. ഒരു മരച്ചുവട്ടിൽ ഏതാനും മാംസങ്ങളായി
ഒരു മനുഷ്യൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ആലോചിച്ചൊരു വിഷയം. ആ മനുഷ്യന്റെ ബാഗ് പോലീസുകാർ തുറന്നു നോക്കിയപ്പോ അതിൽ അയാളുടെ ലൈസൻസ് ഉണ്ട്. നിലമ്പൂരുകാരനാണ് അയാൾ. കുറച്ച് മിഠായി പൊതികളുണ്ട് അതിൽ. അയാളുടെ കുട്ടികൾക്കുള്ള ടോയ്സ് ഉണ്ട് അതിൽ. അയാളുടെ വസ്ത്രങ്ങൾ അയൺ ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട് അതിൽ. പ്രിയമുള്ളവരെ, ഒരു 6:30 വരെ 6:20 വരെ നമ്മളെപ്പോലെ ഭാര്യയെ കാണാൻ കൊതിയുള്ള, മക്കളെ കാണാൻ കൊതിയുള്ള ഒരു മനുഷ്യൻ തിരൂരിറങ്ങി അടുത്ത മഞ്ചേരി ബസ് പിടിച്ച് മഞ്ചേരിയിൽ നിന്ന് അടുത്ത ബസ് കയറാനുള്ള ആഗ്രഹവുമായി പ്ലാനുകളുമായി ജീവിച്ചൊരു മനുഷ്യൻ. പ്രിയമുള്ള സഹോദര, ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം മാറിയില്ലേ? കച്ചവടമുണ്ടോ? ഇനി ആ മനുഷ്യന്റെ മനസ്സുകളിൽ മറ്റു വല്ല ദുനിയാവിൻ്റെതായ ആഗ്രഹങ്ങളുണ്ടോ? എന്ത് കണ്ടിട്ടാണ് ഈ ദുനിയാവിന്റെ പിറകെ നമ്മൾ കൂടുന്നത്? പെട്ടെന്ന് തീരുന്നതാണ് പ്രിയമുള്ളവരെ ഈ ദുനിയാവിലെ ജീവിതം. തൗഹീദ് പറയുക, ആരെയും പേടിക്കാതെ, ഒരാളെയും ഭയപ്പെടാതെ റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് പ്രഖ്യാപിച്ചതുപോലെ റുസ്തമിന്റെ കൊട്ടാരത്തിലെത്തിയില്ലേ അവർ? റുസ്തം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര ധൈര്യമോ, ഇത്ര ചങ്കൂറ്റമോ തൗഹീദ് പറയാൻ? ഇന്നലെ വരെ ഈ കൊട്ടാരത്തിലേക്ക് എത്താൻ പേടിച്ചു നിന്നവർ നിങ്ങൾ എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് നൽകിയൊരു മറുപടിയുണ്ട്. റുസ്തം, നിങ്ങൾക്കറിയുമോ, ഞങ്ങൾ ജാഹിലിയത്തിന്റെ ജനതയായിരുന്നു, ഞങ്ങൾ മാംസം കടിച്ചവരായിരുന്നു, ഞങ്ങൾ ശവം തിന്നവരായിരുന്നു. പക്ഷേ ആ ഇന്നലകളിൽ നിന്റെ കൊട്ടാരത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല റുസ്തം. ഇന്നിതാ നിന്റെ മുന്നിൽ ഞങ്ങൾ എഴുന്നേറ്റു നിൽക്കുന്നു. അല്ലാഹുല്ലദീ ബഅസന, ഞങ്ങളെ നിയോഗിച്ചത് റബ്ബാണ്. ഹുവല്ലദീ അർസലന, തൗഹീദ് പറയാൻ റബ്ബാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തത്. പ്രിയമുള്ള യുവാക്കളെ, ഗ്രാമാന്തരങ്ങളിൽ തൗഹീദിന്റെ പട്ടാളമാവുക. ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലും ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ റബ്ബല്ലാതെ മറ്റൊന്നെന്റെ ജീവിതത്തിലില്ല എന്ന് പ്രഖ്യാപിക്കാൻ, അത് ജനങ്ങളോട് പറയാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് നമുക്ക് ഇസ്ലാം എത്തിയത്? എങ്ങനെയാണ് നമുക്ക് തൗഹീദ് എത്തിയത്? മാലിക് ഇബ്നു ദീനാറും കൂട്ടരും അങ്ങകലെ അവരുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അവർക്ക് കച്ചവടം ഉണ്ടായിരുന്നു, അവർക്ക് തിരക്കുകൾ ഉണ്ടായിരുന്നു, അവർക്ക് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറഞ്ഞ്, പ്രിയപ്പെട്ട മക്കളുടെ നെറ്റിയിൽ ചുംബനം നൽകി അങ്ങകലെ വിദൂരമായൊരു ദിക്കിൽ തൗഹീദ് എത്തണമെന്ന ആഗ്രഹങ്ങളുമായി അവർ യാത്ര തിരിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ തൗഹീദിന്റെ ഭവനങ്ങൾ ഉണ്ടായി. നമ്മളിങ്ങനെ മടിച്ചു നിൽക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. കാരണങ്ങൾ കണ്ടെത്തുകയാണ്. നമുക്ക് തിരക്ക്, നമുക്ക് കച്ചവടം, നമുക്ക് 100 ന്യായങ്ങൾ. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, മൂടി പുതച്ച് കിടക്കുന്നവരെ, മൂടി പുതച്ച് കിടക്കുന്ന മനുഷ്യരെ, എഴുന്നേൽക്കൂ. അത്യുദാരനായ റബ്ബിനെ, ആ റബ്ബിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. പലതരത്തിലുള്ള പുതപ്പുണ്ട്. കച്ചവടമാകുന്ന, ദുനിയാവാകുന്ന, നമ്മുടെ ദുനിയാവിന്റെ സുഖങ്ങളാകുന്ന ആ പുതപ്പുകൾ മാറ്റിവെച്ച് ഇതാ ഏറ്റവും ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അതിലുണ്ടാകണം. നമ്മുടെ നാട്ടിൽ QHLSകൾ നമ്മൾ ആരംഭിക്കണം. ഖുർആൻ ക്ലാസുകൾ നമ്മൾ തുടങ്ങണം. ഖുർആൻ കൊണ്ടുള്ള വിപ്ലവങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. ഓരോ മണ്ഡലങ്ങളിലും, ഓരോ പ്രദേശങ്ങളിലും അഹ്ലൻ റമദാൻ പ്രോഗ്രാമുകൾ നമ്മൾ ആലോചിക്കണം. QEP നമ്മൾ പ്രഖ്യാപിച്ചു, ഖുർആൻ വിജ്ഞാന പരീക്ഷ നമ്മൾ പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, കുടുംബസമേതം ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്ത് ഖുർആൻ പഠിക്കാൻ റമദാൻ ഖുർആനിന്റെ മാസമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. സുദീർഘമായി ഞാൻ എൻ്റെ സംസാരം കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് പ്രമാണങ്ങളിലേക്ക് മടങ്ങണമെന്നതാണ്. നമ്മുടെ വാശി മാറ്റിവെച്ച്, നമ്മുടെ അത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിവെച്ച്, ഇത് ആഖിറത്തിന്റെ വിഷയമാണ്, ഇത് പരലോകത്തിന്റെ വിഷയമാണ്, ഇത് സ്വർഗനരകത്തിന്റെ വിഷയമാണ്. ദുനിയാവിന്റെ ഏതു കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ, ചിന്തിക്കുന്നുണ്ടല്ലോ. ഒരു പേന
അത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 രൂപയുടെ പേന എഴുതി നോക്കി തെളിയുന്നുണ്ടോ, നല്ലതാണോ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. വസ്ത്രം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. എങ്കിൽ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്ന ആദർശം, പ്രിയമുള്ള സഹോദര, ചിന്തിക്കൂ, ആലോചിക്കൂ. അത് പഠിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കണേ. അങ്ങനെ ആലോചിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ പ്രമാണങ്ങളെ മനസ്സിലാക്കി പ്രമാണങ്ങളിലേക്ക് കീഴൊതുങ്ങി ആ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന, പ്രമാണങ്ങൾ പഠിപ്പിച്ച ആദർശത്തിന്റെ കൂടെ ചേർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസോടുകൂടെ ഈ ദീനി രംഗത്ത് നിൽക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ഒരു പ്രദേശം അനുവദിച്ച് നൽകിയ, ഇതുപോലെയുള്ള സൗകര്യം നമുക്ക് അനുവദിച്ച് നൽകിയ വ്യക്തിക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകി നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന നന്മയായി അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അള്ളാഹുവേ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.